നാലാം അധ്യായം 38 ശ്ലോകം. ഇവിടെ ചർച്ച ചെയ്തത് ജ്ഞാനത്തിന്റെ പ്രാധാന്യമാണ്. ജ്ഞാനം സർവകർമ്മങ്ങളെയും ദഹിപ്പിക്കുന്നു. അത് കാലത്തെ അപേക്ഷിക്കുന്നു. കാലവിളംബം കൂടാതെ തന്നെ പൂർണ്ണമായും ഭസ്മീകരിക്കുന്നു. എന്ന് പറഞ്ഞു. അതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അടുത്ത് പറയുന്നത്. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യതേ തസ്വയം യോഗ സംസിദ്ധ കാലേനാത്മനി വിന്ദതി. നഹി ജ്ഞാനേന സദൃശം തുല്യം പവിത്രം പാവനം ശുദ്ധികരം ഇഹ വിദ്യതേ. ജ്ഞാനത്തിന് തുല്യമായി പവിത്രമായ പാവനമായ എന്ന് പറഞ്ഞാൽ എന്താണ്? ശുദ്ധികരം, ശുദ്ധീകരിക്കുന്നതായ ഒന്നിവിടെ മറ്റൊന്നില്ല. കാരണം അഗ്നിക്ക് സമമായി ശുദ്ധീകരിക്കുന്ന മറ്റൊരു വസ്തു ഇല്ല. ഒന്നിനും ശുദ്ധിയാകാത്തതിനും ശാസ്ത്രത്തിൽ തന്നെ നിർദ്ദേശിക്കുന്നതാണ് അഗ്നിശുദ്ധി. അഗ്നിശുദ്ധിയാകുന്നതാണ്. അതുപോലെ അതൊരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അതുപോലെ തന്നെയാണ്. എന്തുകൊണ്ടാണ്? അതിന്റെ ദഹന സ്വഭാവങ്ങളാണ്. അഗ്നിക്ക് സർവ്വവസ്തുക്കളെയും ശുദ്ധീകരിക്കാൻ കഴിയുന്നു. മാത്രമല്ല അത് സ്വയം ശുദ്ധവുമാണ്. സ്വയം ഒരിക്കലും അശുദ്ധമാകുന്നു. അതുപോലെ ജ്ഞാനവും അതിന്റെ ദാഹക സ്വഭാവം, ഇവിടെ പറഞ്ഞുള്ള ഭസ്മസാത്പുരത, അത് മോഹത്തെ നശിപ്പിക്കുകയാണ്, ദഹിപ്പിച്ചു കളയും. സ്വയം അത് പവിത്രവുമാണ്, ശുദ്ധവുമാണ്. അതുകൊണ്ടാണത് ശുദ്ധികരം. മറ്റുള്ളതിനെ ശുദ്ധിയാക്കുന്നതിന് സ്വയം ശുദ്ധമായിരിക്കുന്ന ഒന്നിനെ കഴിയത്തുള്ളൂ. ജ്ഞാനം സ്വയം ശുദ്ധമാണ്. അതിന് സദൃശമായി ശുദ്ധീകരിക്കുന്നതായ മറ്റൊന്നുമില്ല. ഈ ജീവന്റെ അനേക ജന്മങ്ങളിലെ കർമ്മബന്ധങ്ങളെല്ലാം ആ ജ്ഞാനം ക്ഷണം കൊണ്ട് നശിപ്പിക്കുന്നു, ജീവനെ പരിശുദ്ധമാക്കുന്നു. അതാണ് ശുദ്ധികരം എന്നതിനെ വ്യാഖ്യാനിച്ചത്. ശുദ്ധിയെ ചെയ്യുന്നതാണ്. അപ്പൊ ചിലർക്ക് തോന്നും ജ്ഞാനത്തിനെങ്ങനെ ശുദ്ധീകരിക്കാൻ കഴിയുണ്ടെങ്കിൽ ജ്ഞാനത്തിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. ഭക്തിക്ക് അതിനുള്ള ശേഷി. ജ്ഞാനത്തിന് തുല്യമായി മറ്റൊന്നുമില്ല. ഭക്തിയോട് പക്ഷപാതമുള്ളവരുണ്ട്. ചിലർക്ക് ജ്ഞാനത്തിനോടാണ് പക്ഷപാതം, ചിലർക്ക് ഭക്തിയോടാണ് പക്ഷപാതം ഇഷ്ടം. ഭക്തി പക്ഷപാതമുള്ളവർ ചോദിക്കും, അതിന് തുല്യമായി മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവന് ശുദ്ധിയാക്കുന്നതിന് ഭക്തിക്ക് ഒരു ശേഷിയില്ല. ഇവിടെ രണ്ടിനും രണ്ടായിട്ടല്ല പറയുന്നു. ഇവിടെ ജ്ഞാനം തന്നെയാണ് ഭക്തി, ഭക്തി തന്നെയാണ് ജ്ഞാനം. ഇതിന്റെ പ്രാരംഭത്തിലാണ് ഇതെല്ലാം വേറെ വേറെ ആയിരിക്കുന്നു. ഇതിന്റെ ചരമമായ അവസ്ഥയിൽ രണ്ടും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ജ്ഞാനം ഭക്തി അതിന് വ്യത്യാസമില്ല. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ട് ശബ്ദം കൊണ്ട് പറയുന്നു എന്നേ ഉള്ളൂ. രണ്ടും ചെയ്യുന്നത് ഒരേ ഫലത്തെ തന്നെയാണ്, ശുദ്ധീകരിക്കുന്നു. യജ്ഞാനം സ്വയമേവ യോഗ സംസിദ്ധ യോഗേന കർമ്മയോഗേന സമാധിയോഗേന ച സംസിദ്ധ.
ആ ജ്ഞാനം എങ്ങനെ സിദ്ധമാകുന്നു? അതാണ് ഇതുവരെ ചർച്ച ചെയ്തത്. സ്വയമേവ യോഗസംസിദ്ധ, തത്സ്വയം യോഗസംസിദ്ധ. ജ്ഞാനം അത് സ്വയം സിദ്ധമാകുന്നു. സ്വയം സിദ്ധമാകുക എന്ന് പറഞ്ഞാൽ അഗ്നിയെപ്പോലെ. അഗ്നി പ്രകാശിക്കുന്ന എങ്ങനെ? അതിനാരെങ്കിലും പ്രകാശം പകർന്നു കൊടുക്കുന്നതല്ല, സ്വയം പ്രകാശിക്കുന്ന. അതുകൊണ്ടാണ് ജ്ഞാനത്തെക്കുറിച്ചും പറയുന്നത് സ്വയം പ്രകാശിക്കുന്ന. അഗ്നിക്ക് ഉഷ്ണത്വം നൽകുക, അഗ്നിക്ക് ദാഹകത്വം കൊടുക്കുക, അഗ്നിക്ക് പ്രകാശം കൊടുക്കുക, ഇതൊന്നും മറ്റാർക്കും ചെയ്യാൻ സാധ്യമല്ല. ഇതെല്ലാം കൂടി ചേരുന്നതാണ് അഗ്നി. അതുകൊണ്ട് അതിനതിന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അതുതന്നെയാണ് അതിന്റെ സ്വരൂപം. അതുപോലെ തന്നെയാണ് ജ്ഞാനവും. അത് സ്വതസിദ്ധമാണ്. അതിന്റെ സ്വഭാവത്തെ ആരും അതിന് നൽകുന്നതല്ല. ഇനി ജ്ഞാനത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്നെല്ലാം പറയുന്നതും സ്വാഭാവികമായി പറയുന്നതാണ്. ജ്ഞാനത്തെ ആർക്കും സൃഷ്ടിക്കാനൊക്കത്തില്ല. എന്നാലും അതിന് ചില ഉപാധികളുണ്ട്, നിമിത്തങ്ങൾ. അതാണ് പറയുന്നത് യോഗേന കർമ്മയോഗേന സമാധിയോഗേന ച സംസിദ്ധ. ആ ജ്ഞാനം അതിന്റെ പൂർണ്ണതയിൽ പ്രകാശിക്കുന്നത് എപ്പോ? കർമ്മയോഗം കൊണ്ടും സമാധിയോഗം കൊണ്ടും അന്ധകരണം പരിപക്വമായി തീരുന്ന ഒരവസ്ഥയിൽ. രണ്ടും പറയുന്നു. കർമ്മയോഗം തോടൊപ്പം തന്നെ സമാധിയോഗവും. സമാധി എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ഏകാഗ്രത. ആ മനസ്സിന്റെ ഏകാഗ്രതയിലൂടെയും മനസ്സിന്റെ രണ്ട് ഗുണങ്ങളാണ് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒന്ന് മനസ്സിന്റെ ശുദ്ധി, മറ്റൊന്ന് മനസ്സിന്റെ ഏകാഗ്രത. ഇത് രണ്ടാണ് മനസ്സിന്റെ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ മനഃശുദ്ധിയും മനസ്സിന്റെ ഏകാഗ്രതയും. കർമ്മയോഗത്തിലൂടെ മനസ്സിന് ശുദ്ധി സംഭവിക്കുന്നു. മനസ്സിന്റെ ഏകാഗ്രത പരിശീലനത്തിലൂടെ ആ മനസ്സ് ഏകാഗ്രതയെ കൈവരിക്കുന്നു. അങ്ങനെ ഇത് രണ്ടും കൊണ്ട് ഏകാഗ്രതയും ശുദ്ധിയും, അതാണ് കർമ്മയോഗവും സമാധിയോഗവും കൊണ്ട് സംസിദ്ധ സംസ്കൃത യോഗ്യതാപന്ന സൻ മുമുക്ഷു. മുമുക്ഷുവായിരിക്കുന്നവൻ. നേരത്തെ പറഞ്ഞു ഒരു മുമുക്ഷുവിന് സദ്യോന്മുക്തി എന്ന് പറയുന്നു. മുക്തി സദ്യ സപതി എന്ന് വെച്ചാൽ അതിന് കാലാപേക്ഷയില്ല. പക്ഷെ ചിലർക്ക് അത് സംഭവിക്കുന്നില്ല, കാലത്തെ അപേക്ഷിക്കേണ്ടി വരുന്നു. അതവരുടെ പ്രാരബ്ധം എന്നേ പറയാൻ പറ്റൂ. അങ്ങനെയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാലേന മഹതാ കാലേന, ചിലർ വളരെ കാലത്തെ അപേക്ഷിക്കുന്നു. ക്രമമുക്തി എന്ന് പറയുന്നു. ക്രമമായിട്ട് അത് സംഭവിക്കുന്നു. ചിലപ്പോൾ ഈ ലോകത്തിൽ തന്നെ സംഭവിക്കുന്നില്ല, അനേക കൽപ്പങ്ങൾ വേണ്ടി വരുന്നു. അതങ്ങനെയും സംഭവിക്കുന്നു. അതുകൊണ്ട് അതിന് ക്രമമുക്തി എന്ന് പറയുന്നു. മഹതാ കാലേന ആത്മനി വിന്ദതി ലഭതേ. ആ മുക്തി തന്നെ സിദ്ധിക്കുന്നു. ആത്മനി വിന്ദത എന്ന് പറഞ്ഞു. മുക്തി എന്ന് പറയുന്നത് തന്നിൽ തന്നെ സിദ്ധിക്കുന്നു. എന്നത് സിദ്ധിച്ചാലും അത് തന്നിൽ തന്നെ സംഭവിക്കുന്നു മോക്ഷം. ചിലർക്ക് അതിന് കാലതാമസം വരുന്നു, ചിലർക്ക് അതിന് കാലതാമസം വരുന്നില്ല. പരിപക്വമായ അവസ്ഥയിൽ പിന്നെ അത് കാലത്തെ അപേക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ കർമ്മയോഗവും സമാധിയോഗവും ഒക്കെ അനേക ജന്മങ്ങളിൽ
കാലേന കാലം കൊണ്ട് പറയുന്നു മഹതാ കാലേന അങ്ങനെയും ലഭിക്കുന്നു. അപ്പോൾ മുക്തി ലഭിക്കാത്തവരും നിരാശപ്പെടേണ്ട കാര്യമില്ല, അത് കാലം കൊണ്ട് ലഭിച്ചോളൂ എന്നാണ് പറയുന്നത്. അല്ല മുക്തി ഉടൻ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതും ആകാം. അതിനെ സമീപിക്കുന്നവരുടെ സൗകര്യം പോലെയാണ്. ഉടൻ വേണമെന്നുള്ളവർക്ക് ഉടനാകാം, അല്ല പതുക്കെ മതി എന്നുള്ളവർക്ക് പതുക്കെ ആകാം. രണ്ടിനും ഭഗവാൻ ഇവിടെ സൗകര്യം കൊടുത്തിരിക്കുകയാണ്. അതിനുപകരിക്കുന്നത് ജ്ഞാനമാണ്, അതിന് തുല്യമായി മറ്റൊന്നില്ല. അതുകൊണ്ടേ അത് സാധ്യമാകും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത് ശങ്കരാചാര്യരുടെ സ്വന്തമായൊരു സിദ്ധാന്തമല്ല, അത് ഭഗവാൻ പറയുന്നു അത് തന്നെയാണ്. ജ്ഞാനം കൊണ്ട് അതിന് തുല്യമായി മോക്ഷത്തിന് ഉപകരിക്കുന്ന മറ്റൊന്നുമില്ല, അതുകൊണ്ട് മോക്ഷം നേടുന്നു എന്ന് പറയുന്നു. നോക്കുക, ഇഹ ഈ മുക്തിമാർഗത്തിൽ ജ്ഞാനേന സദൃശം ജ്ഞാനത്തിന് തുല്യമായി പവിത്രം ന വിദ്യതേഹി പവിത്രമായ മറ്റൊന്നും ഇല്ല തന്നെ. തത് ആ ജ്ഞാനം സ്വയം യോഗസംസിദ്ധ സ്വയം തന്നെ കർമ്മയോഗം കൊണ്ടും സമാധിയോഗം കൊണ്ടും സിദ്ധമായി കാലേന ആത്മനിവിന്ദതി കാലം കൊണ്ട് തന്നിൽ തന്നെ മോക്ഷത്തിന് ഹേതുവായി ഭവിക്കുന്നു. നഹി ജ്ഞാനേന സദൃശം പവിത്രമിഹ വിദ്യത്തെ തത്സ്വയം യോഗസംസിദ്ധ കാലേനാത്മനി വിന്ദതി ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരസംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം അചരേണാധിഗച്ഛതി യേനേകാന്തേന ജ്ഞാനപ്രാപ്തിർഭവതി സ ഉപായോപദിശ്യതി. ജ്ഞാനപ്രാപ്തിക്കുള്ള പല ഉപായങ്ങളെയും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി അതിൽ മാറ്റമില്ലാത്തതായ അത്യന്താപേക്ഷിതമായ, അതായത് ഇതൊന്നു മാത്രം മതി ജ്ഞാനപ്രാപ്തിക്ക്, അങ്ങനെയുള്ള ഒരു ഉപായത്തെക്കുറിച്ചാണ് ഏകാന്തമായ മാറ്റമില്ലാത്തതായ ആ ഒരു ഉപായത്തെക്കുറിച്ച്, ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധാവാൻ ശ്രദ്ധാലുഹു ലഭതേ ജ്ഞാനം. ജ്ഞാനത്തിന് ഏറ്റവും മുഖ്യമായിരിക്കുന്ന ഉപായം അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നു. ശ്രദ്ധ എന്ന് പറയുന്നത് ജ്ഞാനത്തെ ഉൾക്കൊള്ളുന്നതിനുള്ള ആ മനസ്സിന്റെ ഭാവം. ഏത് സമയവും ജ്ഞാനത്തെ സ്വീകരിക്കുന്നതിന് മനസ്സ് തയ്യാറായിരിക്കുക, അതാണ് മനസ്സിന്റെ ശ്രദ്ധ. പല രീതിയിൽ അതിനെ നിർവചിക്കും. മനസ്സ് സദാ സന്നദ്ധമായിരിക്കും ജ്ഞാനപ്രാപ്തിക്ക്. അതായത് ജ്ഞാനം ഉള്ളിൽ പ്രകാശിക്കുന്നതിന് സദാസമയവും ശ്രദ്ധാലു അവസരം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ജ്ഞാനം സ്വയം സിദ്ധമാണെന്ന് പറഞ്ഞാൽ സ്വയം പ്രകാശിക്കേണ്ടതാണ്. സ്വയം പ്രകാശിക്കേണ്ട ഒന്നിനെയും നമുക്ക് മറച്ചു വയ്ക്കാം. ദീപം സ്വയം പ്രകാശിക്കുന്നതാണ്. അതിനെ മറച്ചു പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രകാശം കിട്ടാതാവും.
അത് പ്രകാശിക്കുക തന്നെ അത് മറയും. അതുപോലെ ജ്ഞാനം സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എവിടെ? ആ ജീവന്റെ ഉള്ളിൽ തന്നെ. അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിന് ഇവിടെ മറ സംഭവിച്ചിരിക്കുകയാണ്, ആവരണം സംഭവിച്ചിരിക്കുകയാണ്. ആ ആവരണത്തെ മാറ്റുന്നതിന് ആ പ്രകാശത്തെ സ്വീകരിക്കുന്നതിനുള്ള മനസ്സിന്റെ സന്നദ്ധത, അതിനാണ് ഇവിടെ അനേകാന്തമായ സാധന എന്ന് പറയുന്നത്. ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ കഴിയാത്തതായൊന്നും. അതുകൊണ്ട് ശ്രുതിയിൽ പറയും, ഉപനിഷത്തിൽ പറയും, ആ ശ്രദ്ധ ആരിലാണോ സദാ ഉണർന്നിരിക്കുന്നത് അവനെ ജ്ഞാനം വരിക്കുന്നു എന്ന് പറയും. ജ്ഞാനത്തെ അവൻ മരിക്കുകയല്ല, ജ്ഞാനം അവനെ വരിക്കുന്നു എന്ന് പറയും. അതാണ് ശ്രദ്ധയും ഈ ജ്ഞാനവും തമ്മിലുള്ള ബന്ധം. അപ്പം മനസ്സ് ഉണർന്നു വരിക, ആ മനസ്സ് ഉണർന്നു വരുന്നതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. സാധാരണ മനസ്സിന് ആധ്യാത്മികമായ കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടാകത്തില്ല. ആധ്യാത്മികമായ സാഹചര്യങ്ങളുള്ളിടത്തും മനസ്സ് ഭൗതികമായ കെട്ടുപാടുകളിലായിരിക്കും. മനസ്സിലേക്ക് വരത്തില്ല. അവിടെ ശ്രദ്ധയില്ല മനസ്സിന്. ശ്രദ്ധയുള്ള മനസ്സാണെങ്കിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാൽ കൂടിയും മനസ്സിന്റെ പ്രവണത ആധ്യാത്മിക മാർഗത്തിൽ തന്നെ ആയിരിക്കും. യോഗശാസ്ത്രത്തിൽ മനസ്സിനെ ഒരു നദിയോട് ഉപമിക്കുന്നുണ്ട്. ഒരു നദി ഒഴുകുന്നത് പോലെ മനസ്സ് സദാ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒഴുക്ക് എല്ലാ മനസ്സുകളും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നിടത്ത് ചില സമയം ഒഴുക്കെന്ന് പറയുന്നത് ഈ ശ്രദ്ധയുടെ മാർഗത്തിലൂടെ ആയിരിക്കും. ചില സമയം മനസ്സൊഴുകുന്നത് അതിന് നേരെ വിപരീതമായ ദിശയിലേക്ക്. അപ്പൊ ശ്രദ്ധയുടെ മാർഗത്തിലൂടെ ഒഴുകുന്ന മനസ്സ് ആ ജീവനെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു എന്ന് പറയും. വ്യാസൻ യോഗസൂത്രങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ പറയും. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതിനെ തന്നെയാണ് ഉപനിഷത്തിൽ ജാഗ്രത എന്ന് പറയുന്നത്. ഇത് മനസ്സിന്റെ ഏറ്റവും വലിയൊരു സിദ്ധിയാണ്. ആ മനസ്സിന് ജാഗ്രത വന്നു കഴിയുന്നവന് അവന് പിന്നീട് ആധ്യാത്മിക പുരോഗതിക്കായി മറ്റൊന്നും തന്നെ അനുഷ്ഠിക്കേണ്ടതില്ല. മറ്റൊന്നിന്റെ അവൻ ആവശ്യമേ ഇല്ല. ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല, ഗുരുവിന്റെ ആവശ്യമില്ല, ഒന്നിന്റെ ആവശ്യമില്ല. ഗുരുവിന്റെ ആവശ്യമില്ലാതെയും എങ്ങനെ? കാരണം ഒരു ശ്രദ്ധാലുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശ്രദ്ധ ഉണർന്നു കഴിഞ്ഞവന് പ്രത്യേകിച്ചൊരു ഗുരുവിന്റെ ആവശ്യമില്ല. ദത്താത്രേയ മഹർഷിയുടെ ഉദാഹരണത്തിൽ അത് പറയും. അദ്ദേഹത്തിന് കാണുന്നതെല്ലാം ഗുരുവായിരുന്നു. അതാണ് ഗുരുവിന്റെ ആവശ്യമില്ലെന്ന് പറയും. ശ്രദ്ധയോടുകൂടി നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഈ പ്രപഞ്ചം തന്നെ ഗുരുവാണ്. പ്രപഞ്ചത്തിന്റെ സർവ്വഘടകങ്ങളും ഗുരുഭൂതന്മാരായിട്ട് മുമ്പയിക്കുകയാണ്. അതുകൊണ്ടാണ് ദത്താത്രേയ മഹർഷി
സർവത്തെയും ഗുരുവായി കണ്ടത്. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ ഗുരുവായി കണ്ട് ആരാധിക്കേണ്ട ആവശ്യമില്ല. അത് ശ്രദ്ധ കുറഞ്ഞവർക്കാണ്. ശ്രദ്ധയുള്ളവന് സർവവും ഗുരുവായി തന്നെ ആയിരിക്കും. എന്തുകൊണ്ട്? ഗുരുവിനെ സമീപിക്കുന്നത് ആധ്യാത്മികമായ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ശ്രദ്ധയുള്ളവന് ഈ പ്രപഞ്ചം തന്നെ, പ്രപഞ്ചം മൊത്തമായി ആധ്യാത്മിക അറിവ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർവത്തിൽ നിന്നും അവൻ അറിവ് ആർജിക്കുന്നു. അതാണ് ശ്രദ്ധയുടെ മഹത്വം. അത്തരത്തിലുള്ള ഒരു ശ്രദ്ധ. എവിടെ നിന്നും അറിവിനെ സ്വീകരിക്കാനുള്ള മനസ്സിന്റെ വിശാലമായ പാകത, അതാണ് ശ്രദ്ധയുടെ ഒരു സവിശേഷത. അവിടെ മനസ്സിന് ആധ്യാത്മികമായ അറിവിനെ ഉൾക്കൊള്ളുന്നതിന് യാതൊരു തരത്തിലുള്ള പരിമിതികളുമില്ല. അതാണ് ദത്താത്രേയന് കഴിഞ്ഞ അതാണ്. കഥയൊക്കെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഞാനതിന്റെ കാര്യം മാത്രം പറയും. അതാണ് ശ്രദ്ധയുടെ ഏറ്റവും വലിയ ഉദാഹരണം. ഉറുമ്പിൽ നിന്നും പക്ഷിയിൽ നിന്നും ജലന്തിയിൽ നിന്നും കന്യകയിൽ നിന്നും എല്ലാം ദത്താത്രേയന് എവിടെ തിരിയുന്നു അവിടെ നിന്നെല്ലാം ആധ്യാത്മിക പാഠങ്ങളെ ഉൾക്കൊള്ളാനുള്ളൂ. അപ്പൊ സർവഭൂതങ്ങളും അവിടെ ഗുരുക്കന്മാരായി നിൽക്കുന്നു. മനുഷ്യരും ദേവന്മാരും മൃഗങ്ങളും പക്ഷികളും എല്ലാം ഗുരുക്കന്മാരാകുന്ന അവസ്ഥ. അപ്പോൾ പ്രപഞ്ചം തന്നെ വലിയൊരു ഗുരുഭൂതനായി നിന്നുകൊണ്ട് ശ്രദ്ധയുള്ളവന് ആത്മജ്ഞാനത്തെ കൊടുക്കുകയാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് മായയുടെ പരിണാമം എന്നാണ് പറയുന്നത്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ജീവനെ ബന്ധിക്കുന്നതാണ്. മായ ജീവനെ ബന്ധിക്കുന്നത് എങ്ങനെ? പ്രപഞ്ചത്തിലൂടെയാണ്. മായാപരിണാമമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലൂടെയാണ് ജീവനെ വ്യാമോഹിപ്പിച്ച് ബന്ധിക്കുന്നത്. പക്ഷെ ഒരു ശ്രദ്ധാലുവിനെ സംബന്ധിച്ചിടത്തോളം ആ മായയും മായാകാര്യങ്ങളും തന്നെയാണ് അവനെ മുക്തിയിലേക്ക് നയിക്കുന്നത്. മായയെ ആശ്രയിച്ച് തന്നെയാണ് അവൻ മുക്തനായിത്തീരുന്നത്. അതിന് സഹായിക്കുന്നത് ആണ് ഈ ശ്രദ്ധ. ആ ശ്രദ്ധ എന്ന് പറയുന്നത് ആ ജീവന്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ശക്തമായൊരു ഉണർവാണ്. ആ ശ്രദ്ധയുടെ പാതയിലേക്ക് ഒരുവൻ കടന്നു കഴിഞ്ഞാൽ പിന്നെ അവനൊരിക്കലും പതനം സംഭവിക്കത്തില്ല. ശ്രദ്ധയില്ലാത്തവനാണ് പതിച്ചു പോകുന്നത് ആധ്യാത്മിക മാർഗത്തിൽ. അവനൊരിക്കലും പതനം സംഭവിക്കത്തില്ല. ശ്രദ്ധയെ നമ്മൾ ആർജിക്കുന്നതല്ല, ശ്രദ്ധ ഉണരുന്നതാണ് ഉള്ളിൽ. അങ്ങനെ ഉണരുന്ന ഒരു ശ്രദ്ധ, അത് നമ്മൾ എവിടുന്നെങ്കിലും പഠിച്ചെടുക്കുന്നതല്ല, പ്രയത്നിച്ച് സമ്പാദിക്കുന്നതല്ല. സഹജമായി ഉള്ളിൽ സ്ഫുരിക്കുന്ന ആ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അവനൊരിക്കലും പതനം സംഭവിക്കുന്നില്ല. അതാണ് പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അവനാ സമ്യജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം, നമ്മൾ ആർജിക്കുന്ന ജ്ഞാനമല്ല. ഇവിടെ പറയുന്ന സമദർശിത്വം എന്ന് പറയുന്ന ജ്ഞാനം, ആ ജ്ഞാനം അവൻ വന്നു ചേരുന്നു. ആധ്യാത്മിക മാർഗത്തിൽ വരുന്ന വിഘ്നങ്ങൾ അല്ലെങ്കിൽ ആധ്യാത്മിക മാർഗത്തിൽ വേണ്ടത്ര രീതിയിൽ പുരോഗമിക്കാൻ കഴിയാതിരിക്കുക, അല്ലെങ്കിൽ അതിലൊന്ന് പതിച്ചു പോവുക, ഇതിനെല്ലാം കാരണമായിരിക്കുന്ന എന്താണ്? ഈ പറയുന്ന ശ്രദ്ധ എന്ന് പറയുന്ന മനസ്സിന്റെ ഉണർവ് അതില്ലാത്തതുകൊണ്ടാണ്. അത് വന്നു കഴിയുമ്പോൾ
അവന് വിപരീത ഭാവന എന്ന് പറയുന്നത് നശിക്കുന്നു. സംശയം നശിക്കുന്നു. ജ്ഞാനപ്രാപ്തിയിലൂടെ അജ്ഞാനം നശിക്കുന്നു. ആത്മീയ മാർഗത്തിൽ തടസ്സമായി നിൽക്കുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന് വിപരീത ഭാവന, മറ്റൊന്ന് സംശയഭാവന, മറ്റൊന്ന് അജ്ഞാനം. ശ്രദ്ധ കൊണ്ട് ഇത് രണ്ടും നശിക്കും. വിപരീത ഭാവന നശിക്കുന്നു. അതായത് ആധ്യാത്മികമായ സഞ്ചാരത്തിന് വിപരീതമായ ഒന്നിനെയും ആഗ്രഹിക്കുന്നില്ല ശ്രദ്ധയുള്ളവൻ. വിപരീതമായി ഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്തിനെ അസത്തായി ഗ്രഹിക്കുക, നന്മയെ തിന്മയായി ഗ്രഹിക്കുക. അതാണ് വിപരീത ഭാവന. തിരിച്ച് സംഭവിക്കുക, തിന്മയെ നന്മയായി ഗ്രഹിക്കുക. അർജുനൻ സംഭവിച്ചിരിക്കുന്നു. സ്വധർമ്മത്തെ നിർണയിക്കാൻ കഴിയാതിരിക്കുക. നമ്മൾ സ്വധർമ്മത്തെ നിർണയിക്കുന്നതിന് വേണ്ടി പല ഉപായങ്ങളെയും അവലംബിക്കുന്നുണ്ട്. ശാസ്ത്രത്തെ അവലംബിക്കുന്നു, ഗുരുവിനെ ആശ്രയിക്കുന്നു, ശിഷ്ടാചാരത്തെ അതിനെ അവലംബിക്കുന്നു. ശിഷ്ടാചാരം എന്ന് പറഞ്ഞാൽ മുമ്പുള്ളവർ ചെയ്തത് എന്താണോ അതുപോലെ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം നമ്മൾ അവലംബിക്കുന്നത്. ശ്രദ്ധയുള്ളവന് ഇതിന്റെ ആവശ്യമില്ല. ഈ പറയുന്ന തരത്തിലുള്ള ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ അവന് സ്വധർമ്മ നിർണയത്തിന് മറ്റു യാതൊരു ഉപാധിയുടെ ആവശ്യമില്ല. എന്താണ് സത്ത്, എന്താണ് ധർമ്മം എന്ന് അവന്റെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്നു. ശ്രദ്ധ തന്നെ അവനെ ബോധിപ്പിക്കുന്നു. അത്രയും മഹത്താണ് ശ്രദ്ധ എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? ഏറ്റവും മഹത്തായ ജ്ഞാനത്തെ അത് പ്രാപിപ്പിക്കുന്നു. അതുകൊണ്ട് പറയുന്നു ശ്രദ്ധാരുത്വേ ഭവതി കശ്ചിത് മന്ദപ്രസ്ഥാന. അതാ ആ ശ്രദ്ധയെന്ന് പറയുന്നത് ജ്ഞാനത്തിന് കാരണമായിരിക്കുന്ന ശ്രദ്ധ അത് ജ്ഞാനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ പറയും അവൻ ശ്രദ്ധിച്ചു കേട്ടു, ശ്രദ്ധിച്ച് മനസ്സിലാക്കി, ശ്രദ്ധിച്ച് പഠിക്കുന്നു, ശ്രദ്ധയുണ്ടെന്നൊക്കെ പറയുന്നു. ഇത് ശ്രദ്ധയുടെ ഒരു താഴ്ന്ന പടിയാണ്. ജ്ഞാനപ്രാപ്തിക്ക് ഉതകുന്ന ശ്രദ്ധ ഇതല്ല. ഈ പറയുന്ന താഴ്ന്ന പടിയുള്ള ശ്രദ്ധ കശ്ചിത് മന്ദപ്രസ്ഥാന. ആ ശ്രദ്ധ മന്ദബുദ്ധിയൊക്കെ ഉണ്ടാകാം. സാധാരണ എല്ലാം കാണാറുണ്ട് ശ്രദ്ധ. അത് പോരാ, ആ ശ്രദ്ധ പോരാ. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ്? തത്വരോ ഗുരു ഉപാസനാദോ അഭിയുക്തോ ജ്ഞാനലബ്ധിവായി ശ്രദ്ധാവാൻ. ഈ ശ്രദ്ധയെന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അത് പോരാ. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുക, അത് ശ്രദ്ധയോടുകൂടി താല്പര്യപൂർവ്വം അനുഷ്ഠിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ശ്രദ്ധയുടെ തുടക്കമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഈ ശ്രദ്ധയെ കൈമുതലായുള്ളൂ എങ്കിൽ അയാൾക്ക് ഈ പറയുന്ന പരമമായ ശ്രദ്ധ, ജ്ഞാനപ്രാപ്തിക്ക് ഉതകുന്നതായ ശ്രദ്ധയ്ക്ക് വേണ്ടി എന്തു ചെയ്യണം? തത്പരഃ ഗുരു ഉപാസനാദു അഭിയുക്ത. അവൻ ഗുരു ഉപാസന, ഗുരുവിനെ ഉപാസിക്കുക. എന്തിനു വേണ്ടി? ഈ ശ്രദ്ധ ദൃഢമാവാൻ വേണ്ടി. അവന് കുറഞ്ഞപക്ഷം ഗുരു ഉപാസനയിൽ എങ്കിലും ശ്രദ്ധ വേണം. ഈ പറയുന്ന പരമമായ ശ്രദ്ധ കൈവരിക്കുന്ന ഒരു ഉപായമാണ് ഗുരു ഉപാസന. ഗുരു ഉപാസന ആദി എന്ന് പറഞ്ഞു. ഗുരു ഉപാസന, ഈശ്വരാരാധന തുടങ്ങിയ മറ്റ് ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ പാലിക്കുന്നതായ മറ്റു വഴികളെല്ലാം സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ച് ഈ ശ്രദ്ധയെ വളർത്തിയെടുക്കുക. അതാണ് പറയുന്നത് തത്പര. നമ്മൾ പറയുമല്ലോ താത്പര്യം.
തത്പര എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നാണ് താത്പര്യം എന്ന് പറയുന്നുണ്ടാകും. തത്പരഭാവം, തത്പര സ്വഭാവം, അതിനാണ് താത്പര്യം എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുന്ന താത്പര്യം. അപ്പൊ ആ താത്പര്യമുള്ളവനെ ശ്രദ്ധ ഉണ്ടാകത്തുള്ളൂ. താത്പര്യം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിനോട് താത്പര്യം ഉണ്ടായിരിക്കുക, ആധ്യാത്മിക സാധനങ്ങളിൽ താത്പര്യം ഉണ്ടായിരിക്കുക, ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ അനുസരിക്കുന്നതിന് താല്പര്യം ഉണ്ടായിരിക്കുക. ഇതൊക്കെ ഉള്ളവനാണ് തത്പരൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പര. അവനെപ്പോഴും തത്പരനായിരിക്കുക. ആ തത്പരൻ ആയിരിക്കുന്നവന്റെ ലക്ഷണം എന്താണ്? ഗുരു ഉപാസനാദികളിൽ അഭിയുക്തനായിരിക്കും. നേരത്തെ പറഞ്ഞു, അത്യധികം താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്നതാണ് അഭിയോഗം എന്ന് പറയുന്നത്. അവന്റെ സർവശക്തിയും എടുത്ത് മുഴുവൻ ശ്രദ്ധയും സമാഹരിച്ച് ഒരു കാര്യത്തിൽ മുഴുകുക, അതാണ് അഭിയോഗം. അഭിയുക്തനായിരിക്കുക. ഈ പറയുന്നതായ, ഇവിടെ ആദ്യം പറഞ്ഞതായ ആ പരമമായ ശ്രദ്ധ ഒരുവന് കൈവരിച്ചില്ലെങ്കിലും ആ ശ്രദ്ധ കൈവരിക്കുന്നതിന് വേണ്ട ശ്രദ്ധയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആണ് താല്പര്യം. ഇപ്പോ കയ്യിലിരിക്കുന്ന ശ്രദ്ധയെ ഉപയോഗിച്ച് ഗുരു ഉപാസനയിലും മറ്റും അഭിയുക്തനായിരിക്കുക, മുഴുകിയിരിക്കുക. അതെന്താണ്? ജ്ഞാനലബ്ധി ഉപായം. അത് ജ്ഞാനലബ്ധിക്ക് ഈ വർത്തമാനകാലത്ത് നമ്മുടെ മുമ്പിലുള്ള ഉപായമാണ്. അതിൽ ശ്രദ്ധാവാനായിരിക്കുക. അങ്ങനെ ആ പരമമായ ശ്രദ്ധയിലേക്ക് എത്തിച്ചേരുക. എന്ന് പറഞ്ഞാൽ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? നിന്നിടത്ത് നിന്ന് മുന്നോട്ട് പോവുക, അവിടെ തന്നെ നിൽക്കാതെ. അതാണ് ഈ പറയുന്നതിന്റെ താല്പര്യം. അപ്പൊ പരമമായ ശ്രദ്ധയെ ആർജിക്കുന്നതിന് വേണ്ടി തത്പരനായി പരിശ്രമിക്കുക, അഭിയുക്തനായി തീരുക. തത്പരോപി അജിതേന്ദ്രിയ സ്യാദ്. ഇതിനകത്ത് പല കടമ്പകളും കിടക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിന്റെ നിയന്ത്രണം, ഇന്ദ്രിയ നിയന്ത്രണം, ഇതെല്ലാം അവൻ ആർജിക്കണം. അജിതേന്ദ്രിയനാകാൻ പാടില്ല, ജിതേന്ദ്രിയനായിരിക്കണം. എന്നുവെച്ചാൽ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. അതിനും തത്പരനായിരിക്കണം. ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയൊക്കെ സ്വാധീനത്തിലാക്കി വയ്ക്കണം. സ്വാധീനത്തിലാക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് ചിന്തിക്കരുത്, ചിന്തിക്കാൻ മനസ്സിനെ അനുവദിക്കരുത്. ആ സമയത്ത് സന്മാർഗത്തെക്കുറിച്ച് ചിന്തിക്കുക. അതുപോലെ മറ്റിന്ദ്രിയങ്ങളെ എല്ലാം, കണ്ണിനെയും ചെവിയും നാക്കിനെയും എല്ലാം അത് ശീലിപ്പിക്കുക. ആവശ്യമുള്ളതിൽ മാത്രം നിർത്തുക. ആവശ്യമില്ലാത്ത ഇടപാടുകൾക്ക് ഇതിനെയൊന്നും അനുവദിക്കാതിരിക്കുക. അതാണ് സംയതേന്ദ്രിയത്വം എന്ന് പറയുന്നത്. താൻ ഏത് മാർഗത്തിലാണ് നിൽക്കുന്നത്, ഏത് മാർഗത്തിലാണ് ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ശ്രദ്ധ. ആ ശ്രദ്ധ നിലനിർത്തിക്കൊണ്ട് അതിന് വിപരീതമായ ഭാഗങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പ്രവർത്തിപ്പിക്കാതിരിക്കുക. തന്റെ മാർഗം ഇതാണെന്ന് തിരിച്ചറിയുക. ശ്രദ്ധയുള്ളവനെ അത് കഴിയുക. അതിന് വേണ്ടതാണ് ശ്രദ്ധയെന്ന് പറയുന്നത്. ശ്രദ്ധയില്ലാത്തവൻ അതിൽ ഉദാസീനനാവും, അവന് അലംഭാവം വരും. എങ്ങനെയായാലും കുഴപ്പമില്ല, അത്ര കരുതിയൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് തോന്നിപ്പോവും. അതാണ് ശ്രദ്ധയുടെ കുറവ് വരുന്നത്. ശ്രദ്ധാലും അങ്ങനെയല്ല, വഴി പോകാതിരിക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധയുണ്ടെങ്കിലേ ശ്രമിക്കാൻ പറ്റും. ശ്രദ്ധയില്ലെങ്കിൽ എങ്ങനെ പോയാലും കുഴപ്പമില്ല, എന്തായാലും എന്നെങ്കിലും മോക്ഷം കിട്ടുമല്ലോ, തൽക്കാലം ഇങ്ങനെ പോട്ടെന്ന് വിചാരിക്കും. ശ്രദ്ധാലും അങ്ങനെയല്ല, ഈ മാർഗത്തിൽ പതിയിരിക്കുന്ന ഓരോ അപകടങ്ങളെയും തിരിച്ചറിയും, അതിൽ ചെന്ന് ചാടാതെ സൂക്ഷിക്കും. അതാണ് ഇവിടെ പറയുന്നത്, എടുത്തു പറയുന്നത് സംയതേന്ദ്രിയനായിരിക്കുക.
ശ്രദ്ധയുണ്ടെങ്കിൽ അത് സാധിക്കും. മനസ്സിൽ അത്തരമൊരു തിരിച്ചറിവ് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരുവൻ വഴിതെറ്റിപ്പോകത്തില്ല. ഒരുവന് പുരോഗതി സംഭവിച്ചില്ലെങ്കിലും പതനം സംഭവിക്കത്തില്ല. പുരോഗതി സംഭവിച്ചില്ലെങ്കിലും സാരമില്ല. പക്ഷെ പതനം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു തീരാനഷ്ടമാണ് എന്നുള്ള ശ്രദ്ധ മനസ്സിൽ വേണം. അതാണ് സംയതേന്ദ്രിയനായിരിക്കുക. സയവം ഭൂത ശ്രദ്ധാവാൻ തത്പര സംയതേന്ദ്രിയസ്ഥ. 3 കാര്യങ്ങളിലൂടെ പറയണം. ഒന്ന് ശ്രദ്ധാവാനായിരിക്കുക, പിന്നെ തത്പരനായിരിക്കുക, പിന്നെ സംയതേന്ദ്രിയനായിരിക്കുക. ആ ശ്രദ്ധയെ നിലനിർത്തുന്നതിനാണ് ഇവിടെ താല്പര്യം എന്ന് പറയുന്നത്. ശ്രദ്ധയെ നിലനിർത്തുന്ന മനസ്സിന്റെ ഭാവം, അതാണ് താല്പര്യം. ആശ്രമത്തിൽ താമസിച്ചാലും ദിവ്യമായ ഗുരുവിന്റെ സന്നിധി താമസിച്ചാലും താല്പര്യം മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അധികാരത്തിലേക്ക് പോകാം, പണത്തിലേക്ക് പോകാം, പ്രശസ്തിയിലേക്ക് പോകാം, ഇതൊക്കെ പോകാം. അപ്പൊ അതിലൊക്കെ പോകാതിരിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ താല്പര്യം വേണം. താൻ കടന്നുപോകുന്ന മാർഗത്തിലുള്ള താല്പര്യം നിലനിർത്തണം. അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് താല്പര്യം വരും. അതുകൊണ്ടാണ് ആ തത്പരതയെ എടുത്തു പറയുന്നത്. അല്ലാതെ അങ്ങനെ ഒരു മഹത്തായ സാന്നിധ്യത്തിലാണ് എത്താൻ കഴിയുന്നത്, തന്നെ ഗുരു രക്ഷിച്ചോളും എന്ന് തന്റെ സൗകര്യത്തിന് വേണ്ടി പറഞ്ഞിട്ട് പിന്നെ തന്റെ വാസനകളും താല്പര്യങ്ങളും അനുസരിച്ച് പോകുന്നതിനല്ല പറയുന്നു. പലരും അങ്ങനെ പറയും, ഞാൻ ഗുരുവിനെ പ്രാപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് ഗുരു എന്നെ രക്ഷിച്ചോളൂ. ഇതൊരു ഒളിച്ചുകളിയാണ്. അങ്ങനെ പറയുന്നവരെ വളരെ സൂക്ഷിക്കണം. ഇവർക്ക് സ്വന്തമായ പല താല്പര്യങ്ങളും കാണും. ആ താല്പര്യങ്ങൾക്കൊരു മറയായിട്ടാണ് ഇത് പറയുന്നത്. ഗുരു എന്നെ രക്ഷിച്ചോളൂ എന്ന് പറഞ്ഞാൽ തൽക്കാലം ഞാൻ ഇതങ്ങോട്ട് ഗുരുവിനെ വിട്ടിരിക്കുകയാണ്, പിന്നെ ഞാൻ എന്റെ ഇഷ്ടമനുസരിച്ച് പോവുകയാണ്. അത് മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പറയും, എല്ലാം ഗുരുവിന് സമർപ്പിച്ചിരിക്കുകയാണ്, ഗുരുവിന്റെ ഇച്ഛ അനുസരിച്ച് പൊക്കോളട്ടെ. അത് ഏറ്റവും വലിയൊരു കപടതയാണ്. അങ്ങനെ പറയുന്നതിന്റെ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഭംഗി വാക്കാണത്. എന്നുവെച്ചാൽ തന്റെ ഈ പറയുന്ന തത്പരത അവിടെയില്ല. എനിക്ക് താല്പര്യം മറ്റു കാര്യങ്ങളിലൊക്കെയാണ്, പിന്നെ എന്നെ നന്നാക്കേണ്ടത് ഗുരുവിന്റെ ജോലിയാണ്, ഗുരു നന്നായിക്കോട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ തനിക്ക് തന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിന്നിട്ട് എന്തെങ്കിലും വീഴ്ചകളൊക്കെ വരുമ്പം പറയാൻ പറ്റും, അത് ഗുരു നോക്കിയില്ല, പതിച്ചുപോയി, ഗുരുവിന്റെ കുറ്റമാണ്, എന്റെ കുറ്റമല്ല, ഞാൻ എല്ലാം ഗുരുവിനെ ഏൽപ്പിച്ചിരിക്കുകയായിരുന്നു, ഗുരു വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല, അതുകൊണ്ട് എനിക്കിങ്ങനെ പറ്റിപ്പോയി എന്ന് സമാധാനിക്കുകയും ചെയ്യാം. ഇത് വ്യാജമാണ്, വ്യാജന്മാരാണ്. അവന്റെ താല്പര്യം അവന് തന്നെ നിൽക്കണം. ഭഗവാൻ ആവർത്തിച്ച് പറയും, ഉദ്ധരേത് ആത്മന ആത്മാനം. ഗുരുവിന്റെ പങ്കുണ്ട് അവിടെ. പക്ഷെ ഗുരുവിന്റെ പങ്കിനെ ആത്മാർത്ഥതയോടുകൂടി സ്വീകരിക്കുന്നതല്ല. 99% ഞാൻ ഗുരുവിനെ സമർപ്പിച്ചിരിക്കുന്നു, ഗുരുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്, ഗുരുവാണ് എന്റെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് പറയുന്നത് സ്വന്തം സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, തന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. തന്റെ തെറ്റുകുറ്റങ്ങൾക്ക് സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള മടി കൊണ്ട് അതുകൂടെ ഗുരുവിന് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു സൗകര്യത്തിന് വേണ്ടി പറയുകയാണ്. അതിന് സത്യസന്ധതയില്ല, ആത്മാർത്ഥതയില്ല. അതുള്ളവനാണെങ്കിൽ എന്തുവരും? ഇവിടെ പറയുന്ന തത്പരനായിരിക്കും, സ്വയം താല്പര്യം ഉണ്ടായിരിക്കും. ഗുരുവിന്റെ ജോലി ഗുരു ചെയ്തോളും, പക്ഷെ താൻ ചെയ്യേണ്ട ജോലി താൻ ചെയ്യണം. താൻ ചെയ്യേണ്ട ജോലി ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുവിനെ ആശ്രയിക്കുന്നതിനും അതും ഗുരുവിന് സമർപ്പിക്കുന്നത്. അല്ല തന്റെ വഴി വേറെ, ഗുരുവിന്റെ പങ്ക് വേറെ, അങ്ങനെ പോകുന്നതിന് വേണ്ടിയിട്ടല്ല. അടുത്ത് പറയും, മായാവികളെന്ന് പറയും.
പലരും പറയും സമർപ്പണത്തെക്കുറിച്ച്. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. എല്ലാം ഈശ്വരന് സമർപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ എല്ലാം ഗുരുവിന് സമർപ്പിക്കുകയാണ്. പക്ഷെ അത് വെറും ഒരു ഭംഗി വാക്ക് മാത്രമാണ്. തന്റേതായ താല്പര്യങ്ങളും തന്റേതായ കാര്യങ്ങളും വരുമ്പോൾ അവിടെ ആ സമർപ്പണം എന്ന് പറയുന്നതിനെ ചിന്തിക്കാറില്ല. അവിടെ തന്റേതായ താല്പര്യവും ഇതുമൊക്കെ അനുസരിച്ച് തന്നെ പോകും. അങ്ങനെ സമർപ്പിച്ച ഒരുവന് അവന്റെ മനസ്സിലെപ്പോഴും എല്ലാ കാര്യങ്ങളിലും അത് ഗുരുവിന്റെ ഇഷ്ടം അല്ലെങ്കിൽ ഈശ്വരന്റെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ എന്നുള്ളൊരു മനോഭാവം 100% നിൽക്കും. പക്ഷെ അങ്ങനെ നിൽക്കത്തില്ല. അങ്ങനെ നിർത്തിക്കൊണ്ടല്ല ഒരാൾ അങ്ങനെ പറയുന്നത്. അതിന്റെ തെളിവ് എന്തെന്ന് പറഞ്ഞാൽ തന്റെ ഇഷ്ടത്തിന് തന്റെ സൗകര്യത്തിന് ഗുരു നിൽക്കാതെ നിന്ന് തരാതിരുന്നു കഴിഞ്ഞാൽ അപ്പോൾ അറിയാം മനസ്സ് പ്രതികരിക്കുന്നത്. ഗുരുവിനെ സമീപിക്കുന്നതിന് വേണ്ടി ഗുരുവിന്റെ ഇഷ്ടം തന്നിലൂടെ നിർവഹിക്കപ്പെടട്ടെ എന്നുള്ള മനോഭാവത്തോടു കൂടിയില്ല. തന്റെ ഇഷ്ടങ്ങൾ ഗുരുവിൽ നിന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ ഇഷ്ടം ഗുരു സാധിച്ചു തരണം എന്ന് ഗുരുവിന്റെ മുമ്പിൽ ആവശ്യപ്പെടുന്ന ഒരാളാണ് പറയുന്നത് ഗുരുവിന്റെ ഇഷ്ടമനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഏറ്റവും വലിയ ആത്മവഞ്ചനയാണ് വാസ്തവത്തിൽ നടക്കുന്നത്. ഗുരുവിനെ സമീപിക്കുന്നതിന് എന്തിനു വേണ്ടി വരുവൻ? എന്റെ ഇഷ്ടം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. തന്റെ ചെറിയ ചെറിയ താല്പര്യങ്ങൾ ഗുരു അനുവദിച്ചു തരണം, അത് ഗുരു നിറവേറ്റി തരണം. അതിനുവേണ്ടിയാണ് ഗുരുവിനെ സമീപിക്കുന്നത്. അല്ലാതെ ഗുരുവിന്റെ ഇഷ്ടം തന്നിലൂടെ നിറവേറ്റപ്പെടട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി ആരാണ് ഗുരുവിനെ സമീപിക്കുന്നത്? അങ്ങനെ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നമ്മൾ ഗുരുവിനെ സമീപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ ഗുരുവിന്റെ ഇഷ്ടം അത് തന്നെ നടക്കട്ടെ? അങ്ങനെ ഒരു താല്പര്യമുള്ളവന് മനസ്സിൽ സ്വന്തമായ ഇഷ്ടമൊന്നും വരത്തില്ല. അവന് പിന്നെ അർത്ഥിക്കേണ്ടതായി പ്രാർത്ഥിക്കേണ്ടതായി ഒന്നും കാണത്തില്ല. ഏറ്റവും വലിയൊരു പ്രാർത്ഥനയാണത്. നിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടട്ടെ എന്നിലൂടെ. അങ്ങനെ ഒരു പ്രാർത്ഥന വരത്തില്ല. എപ്പോഴും നമ്മുടെ താല്പര്യങ്ങൾ ഉണർന്നു വരും. ആ താല്പര്യങ്ങൾ ഗുരുവിന്റെ മുമ്പിൽ സമർപ്പിക്കും. അത് എന്നെ ഗുരുവിന്റെ അംഗീകാരത്തിനായി ആണ് കാത്തു നിൽക്കുന്നത്. അങ്ങനെ ഒരാളാണ് പറയുന്നതാണ് എല്ലാം ഗുരുവിന് സമർപ്പിച്ചിരിക്കുന്നു. അതല്ല ഇവിടെ പറയുന്ന തത്പരത. അങ്ങനെ ഒരാൾക്ക് അതാണ് വാസ്തവത്തിൽ സമർപ്പണമെന്നുള്ളത് തിരിച്ചറിയുന്നത് പോലും ഇല്ല പലരും. എന്നാലും നമ്മൾ ഗുരുഭക്തി പ്രകടിപ്പിക്കാറുണ്ട്. ബാഹ്യമായി പ്രകടിപ്പിക്കും. ഗുരുവിന്റെ പടം വെച്ച് ആരാധിക്കും, പൂജിക്കും, മണിയടിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും. അതാണ് പറയുന്നത് പ്രണിപാതാദിസ്തു ബാഹ്യോ അനേകാന്തികോപി ഭവതി മായാവിത്വാദി സംഭവ. ബാഹ്യമായി ഇതെല്ലാം ചെയ്യുകയും ആന്തരികമായി ഗുരുവിന്റെ ഇഷ്ടത്തിന് വഴങ്ങാതിരിക്കുകയും ചെയ്യുന്നവരാരാണ്? മായാവികളാണെന്നാണ്, വഞ്ചകന്മാരാണ്. പ്രണിപാതാദിസ്തു, പ്രണിപാതാദികളെല്ലാം ചെയ്യും. എന്നുവെച്ചാൽ നീണ്ടു നിവർന്ന് നാഴികയ്ക്ക് 40 വട്ടം നമസ്കരിക്കും. കാരണം നമുക്ക് ഭക്തി ഉണ്ടെന്ന് സ്വയം മനസ്സിലാക്കിയ പോലെ 10 പേരെ അത് മനസ്സിലാക്കുകയും വേണം. ഞാനാണ് ഏറ്റവും യോഗ്യൻ. അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു നിവർന്ന് എക്സസൈസ് ചെയ്യുന്നത്. അതാണ് പ്രണിപാതം. ബാഹ്യ അത് പറയുന്നത് ബാഹ്യമാണ്. അതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. മനസ്സ് അതിനൊപ്പം നിൽക്കാത്തവരുടെ കാര്യം പറയുകയാണ്, നമ്മുടെ ആരുടെയും കാര്യം പറയുകയല്ല. അങ്ങനെ വിചാരിച്ചു കളയരുത്. ചില വിചാരിക്കുന്നത് എന്നെ ഉദ്ദേശിച്ചാണ് ഇതൊക്കെ പറയുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ ഇരിക്കുന്ന ആരുടെയും കാര്യമില്ല ഞാൻ പറയുന്നത്.
ആചാര്യസ്വാമികൾ പറയണം ഇങ്ങനെയും സംഭവിക്കാം. അനൈകാന്തികോ, ഇതൊന്നും ഏകാന്ത ഭക്തിയല്ല, അനൈകാന്തികമാണ്, ബാഹ്യമാണ്. നമസ്കാരാദികൾ മായാവിത്വാദി, ഇതെല്ലാം മായാവിത്വമാണ്, ആത്മവഞ്ചനയാണ്, കാപട്യമാണ്. ഇതൊക്കെ സംഭവിക്കാം. അതുകൊണ്ട് ഇതല്ല പറയുന്നു. ഇവിടെയൊന്നും ഗുരുവിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുകയല്ല. തന്റെ ഇഷ്ടത്തിന് വേണ്ടി ഗുരുവിനെ സമീപിക്കുന്നു, തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഗുരുവിനെ ആരാധിക്കുന്നു, പൂജിക്കുന്നു. അവിടെയെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു പ്രാർത്ഥന കാണും. എപ്പോഴും ഗുരുവിനെ പൂജിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും എന്താണ്? എന്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കണമേ. ചെറിയ ആഗ്രഹങ്ങളായിരിക്കും, ചിലർക്ക് വലിയ ആഗ്രഹങ്ങളായിരിക്കും. അവിടെയൊന്നും ഗുരുവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെടട്ടെ, തന്റെ ആഗ്രഹമായിട്ടൊന്നും വയ്ക്കാതെ, തന്റേതായ യാതൊരാഗ്രഹവും മനസ്സിൽ സൂക്ഷിക്കാതെ സർവത്ര ഗുരുവിന്റെ ആഗ്രഹം തന്നെ നടപ്പാകട്ടെ എന്നുള്ള ആ സമർപ്പണം. തശ്രദ്ധാവത്വാദൗ ഏകാന്തതോ ജ്ഞാനലബ്ധ്യുപായ. പറഞ്ഞു, നേരത്തെ പറഞ്ഞൊന്നും അതൊന്നും ശ്രദ്ധാവത്വം എന്ന് പറയുന്നത് പെടുന്നില്ല. അതൊന്നും ശ്രദ്ധയല്ല, ശ്രദ്ധയും സമർപ്പണമൊന്നുമല്ല. അതുകൊണ്ടെന്താണ് ഏകാന്തമായിട്ടുള്ള ജ്ഞാനലബ്ധിവായം എന്ന് പറയുന്നത്? എന്താണ്? അതിവിടെ പറഞ്ഞ തരത്തിലുള്ള ശ്രദ്ധയാണ്. അത് ഗുരുവിനോടായാലും ശാസ്ത്രത്തോടായാലും ഈശ്വരനോടായാലും ആധ്യാത്മിക സാധനങ്ങളിലായാലും ഈ പറയുന്നതായ പരമമായ ശ്രദ്ധ, ആ ശ്രദ്ധ, അതാണ് ജ്ഞാനലബ്ധിപ്പായ, അതാണ് ജ്ഞാനലബ്ധിക്കുള്ള ഉപായം. കിംപുനർ ജ്ഞാന ലാഭാസ്യ ഇത്യുച്ചത്. അങ്ങനെ ഒരു ശ്രദ്ധയുള്ള ഒരുവന് ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നു. അതുകൊണ്ടെന്താ പ്രയോജനവും നടത്തു പറയുന്നു. ജ്ഞാനം ലബ്ധ്വ പരാം മോക്ഷാഖ്യാം ശാന്തിം ഉപരതിം ആചരേണ ക്ഷിപ്രമേവ അധിഗച്ഛതി. ജ്ഞാനം ലബ്ധ്വ പരാം ശാന്തി. ജ്ഞാനത്തെ നേടിക്കഴിഞ്ഞാൽ അവൻ പരമമായ ശാന്തിയെ പ്രാപിക്കുന്നു. അതിനാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവനും ആ പരമമായ ശാന്തി തന്നെയാണ് പ്രാപിച്ചിരിക്കുന്നത്. ജ്ഞാനം നേടിയതിന് ശേഷം ശാന്തിയാണ്. ജ്ഞാനമാർഗത്തിൽ സഞ്ചരിക്കുന്നവന് ശാന്തിയാണ്. ശാന്തിയാണ് അതിന്റെ ലക്ഷണം. ശാന്തനായവൻ മാത്രമേ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നുള്ളൂ. ഞാൻ ആ ജ്ഞാനത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്നു, അയാൾ അശാന്തനുമാണെങ്കിൽ, അസ്വസ്ഥനാണെങ്കിൽ അയാൾക്ക് മാർഗഭ്രംശം വന്നിരിക്കുന്നു. ശരിയായ വഴിക്കല്ല അയാളുടെ പോക്ക് എന്നുള്ളതിന്റെ അടയാളം അതാണ്. സ്വയം അശാന്തനാകുക, മറ്റുള്ളവരെ അശാന്തരാക്കുക, ആത്മീയ ജീവിയുമായിരിക്കുക. അവിടെ മാർഗഭ്രംശം സംഭവിച്ച ആളാണ്. ശരിയായ വഴിക്കല്ല സഞ്ചരിക്കുന്നത്. ശരിയായ വഴിക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അടയാളം സ്വയം തിരിച്ചറിയുന്നതും മറ്റുള്ളവർ തിരിച്ചറിയുന്നതും എന്താണ്? ആ വ്യക്തിയുടെ ശാന്തിയാണ്. അയാൾ ശാന്തിയെ സ്വയം അനുഭവിക്കുക മാത്രമല്ല, ചുറ്റുമുള്ളവരെല്ലാം ശാന്തിയെ പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് ആ പറയുന്ന ശ്രദ്ധാവാന്റെ ലക്ഷണം. മറ്റങ്ങനെയല്ല, അല്ല അശാന്തനായിരിക്കും. അപ്പൊ ഈ ശാന്തിയെ പകർന്നു കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ ചിലരുടെ മനസ്സിൽ സംശയം വരും. നമ്മൾ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞിട്ട് ശാന്തിയില്ലെന്ന്. ഗുരു
ശാന്തിയെ പകർന്നു തരുന്നില്ലല്ലോ. പരവുമായ ശാന്തി പ്രാപിച്ചയാളാണ് ഗുരു. ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിയും. പക്ഷെ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞിട്ടും ശാന്തി വരുന്നില്ല. ഇവിടെ പറയുന്നത് എന്താണ്? പരവുമായ ശാന്തിയെ പ്രാപിച്ചിരിക്കുന്ന ആളാണ് ഗുരു എന്നാണ്. മറ്റുള്ളവർക്കും ഗുരു ശാന്തി പകർന്നു കൊടുക്കേണ്ടതാണ്. നമ്മൾക്ക് ആ ശാന്തി കിട്ടുന്നില്ല. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനുള്ള ഉപായമാണ് പറയുന്നു. ഗുരുവിന്റെ സമീപത്തിൽ കഴിയുന്നു. ഗുരുവിൽ നിന്നും ആ ശാന്തി പകർന്നെടുക്കുന്നതിനുള്ള യോഗ്യത, സൽപാത്രത്വം, അത് ശ്രദ്ധ കൊണ്ട് കൈവരിക്കണം. എന്നാലേ ആ ശാന്തി കിട്ടത്തുള്ളൂ. അല്ല ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞുകൊണ്ട് മാത്രമായി. അത് സൽപാത്രത്തിലേക്ക് അത് പകരാൻ പറ്റും. അപ്പൊ സൽപാത്രമാകുമ്പോൾ ഗുരുവിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ആ ശാന്തിയെ പകർന്നെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഗുരുവിന്റെ സാന്നിധ്യത്തിൽ കഴിഞ്ഞു, അതുകൊണ്ട് മാത്രം അയാളിൽ സംഭവിച്ചുകൊള്ളണമെന്നില്ല. ഇവിടെ പറഞ്ഞാൽ തത്പരനാകണം. എപ്പോഴാണോ അയാളുടെ ഉള്ളിൽ ആ തത്പരത വരുന്നത്, താത്പര്യം വരുന്നത്, അപ്പൊ ബാക്കിയെല്ലാം സംഭവിക്കും. അതോടൊപ്പം എല്ലാം സംഭവിക്കും. സമ്യക് ദർശന ക്ഷിപ്രമേവ മോക്ഷവും ഭവതി. പിന്നെ ഒന്നിനും കാലതാമസമില്ല. കാലതാമസമില്ല എന്ന് പറഞ്ഞാൽ ഉടൻ സംഭവിക്കുന്ന ഒന്നാണ്. ക്ഷിപ്രമേവ. ക്ഷിപ്രം എന്ന് വെച്ചാൽ ഒരു ക്ഷണത്തിന്റെ പോലും വിളംബമില്ല. എപ്പോഴാണോ അയാളുടെ മനസ്സിൽ ആ തത്പരത വരുന്നു, അവിടെ സംയതേന്ദ്രിയത്വം വരും. മനസ്സിനും ഇന്ദ്രിയങ്ങൾക്കുമെല്ലാം സ്വാധീനത വരും. ആ ജീവൻ അതെല്ലാം കീഴ്പ്പെടുന്നു. ശ്രദ്ധ ഉണരുന്നു, ജ്ഞാനം വരുന്നു. ക്ഷിപ്രമേവ. പിന്നെ എല്ലാം വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. മോക്ഷോഭവതി. ഇത് സർവശാസ്ത്ര ന്യായ പ്രസിദ്ധ സുനിശ്ചിതോ അർത്ഥ. ഈ ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്ത ഈ ശ്രദ്ധയെക്കുറിച്ചും സംയതേന്ദ്രിയത്തെക്കുറിച്ചും തത്പരതയെക്കുറിച്ചും പറഞ്ഞത് ഭാഷ്യകാരൻ പറയുന്നത് ഇത് തന്നെയാണ് സർവശാസ്ത്രങ്ങളിലും പറയും. ന്യായപ്രസിദ്ധ. എന്ത് യുക്തി കൊണ്ട് ചിന്തിച്ചാലും ബുദ്ധിക്ക് അംഗീകരിക്കാമെന്നുള്ളതും ഇത് തന്നെയാണ് ആധ്യാത്മിക മാർഗത്തിലെ സുനിശ്ചിതമായ താല്പര്യം. ഇത് തന്നെയാണ്. എവിടെ ആരുടെ ഉള്ളിൽ ആ ശ്രദ്ധ വരുന്നുണ്ടോ, ഏതൊരാളാണോ ഇതിനെ വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിനൊന്നും വഴുതിപ്പോകാതിരിക്കുന്നു, അത് വഴുതിപ്പോകുന്ന എങ്ങനെ? ഈ മായാമയമായിരിക്കുന്ന പ്രപഞ്ചകാര്യങ്ങളിൽപ്പെട്ട് മനസ്സ് ഉഴറിപ്പോകും. ബാക്കിയെല്ലാം വരും. അവിടെ ഗുരുവിന്റെ സമീപത്തിലായാലും വരും, ആശ്രമത്തിലായാലും വരും. അവിടെ അഭിമാനം വരും, അഹങ്കാരം വരും, മമത വരും, ഗർവ് വരുന്നു, ബാക്കിയെല്ലാം വരുന്നു. മറ്റ് എല്ലാ ദുർഗുണങ്ങളും മനസ്സിലേക്ക് കടന്നു വരും. എവിടെയായാലും വരും. അപ്പം അത് വരാത്ത തരത്തിൽ ഏതൊരുവന്റെ ഉള്ളിലാണോ ആ താല്പര്യം ഉണർന്നു നിൽക്കുന്നത്, അവൻ ഇതിനെല്ലാം അതിജീവിച്ച് ക്ഷിപ്രം മുക്തനായിത്തീരുന്നു, ഇതിൽ നിന്നെല്ലാം മോചിതനായിത്തീരുന്നു എന്നുള്ളതാണ് ഇതിന്റെ പരമമായ താല്പര്യം. മാറ്റമില്ലാത്ത താല്പര്യം അതാണ് സുനിശ്ചിതോ അർത്ഥ എന്നിവിടെ ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പരമമായ ശാന്തിക്ക് വേണ്ടി മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കുക, ഈ മാർഗത്തെ മാത്രം ആശ്രയിക്കുക. അതാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധാവാൻ, ശ്രദ്ധയുള്ളവനും, തത്പരനായവനും, സംയതേന്ദ്രിയ,
ഇന്ദ്രിയ സ്വാധീനമുള്ളവനുമായ ഒരുവന് ജ്ഞാനം ലഭ്യത, ജ്ഞാനം നേടാൻ കഴിയുന്നു. അവൻ ജ്ഞാനലബ്ധിയോടുകൂടി പരാം ശാന്തി, പരമമായ ശാന്തിയെ അചിരേണ പെട്ടെന്ന് തന്നെ അധിഗച്ഛതി പ്രാപിക്കുന്നു. അതിന് കാലതാമസമില്ല. ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം തത്പരഃ സംയതേന്ദ്രിയഃ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തിം ചിരേണാധിഗച്ഛതി. അജ്ഞശ്ച ശ്രദ്ധധാനശ്ച സംശയാത്മാ വിനശ്യതി. നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ അത്ര സംശയോ ന കർത്തവ്യഃ. ഈ വിഷയത്തിൽ ഇവിടെ ചർച്ച ചെയ്ത കാര്യത്തിൽ നമ്മുടെ മനസ്സിലൊരു സംശയവും വരാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ പലരും പറയുന്ന കാര്യമാണ്, ഇതെല്ലാം നടക്കുന്ന കാര്യമാണ്, ഇതൊക്കെ വലിയ കാര്യങ്ങളല്ലേ, ഇത്തരം മഹത്തായ കാര്യങ്ങൾ, ഇതെല്ലാം എന്നെ സംബന്ധിച്ച് നടക്കും. ഇതാണ് സംശയം. ഇത് നടക്കുന്നതാണോ എന്നുള്ള സംശയം. ഇപ്പൊ ശാസ്ത്രം ശ്രവിച്ചാലും ഗുരുവിൽ നിന്ന് ഉപദേശം ശ്രവിച്ചു കഴിഞ്ഞാലും ഇത്തരം സാധനാ മാർഗങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചു കഴിഞ്ഞാലും ഒരുവന്റെ മനസ്സിൽ ഈ സംശയം കൂടിക്കൊണ്ടിരിക്കും. കൂടെ തന്നെ കാണും. ഇപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ചില പറയുന്നത് പ്രായോഗികമല്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഇതിന് ഏറ്റവും വലിയ തടസ്സം. ആരുടെയാണോ മനസ്സിൽ ആ ജാഗ്രത ഉണർന്നു, ബുദ്ധി തെളിഞ്ഞിട്ട് ഈ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു, നടക്കുമോ എന്നൊരു ഭാവം മനസ്സിൽ വരാതെ, നേരത്തെ പറഞ്ഞല്ലോ, സുനിശ്ചിതമായിത്തീരുന്നു. ഈ കാര്യം പറഞ്ഞ കാര്യം അവന്റെ മനസ്സ് സുനിശ്ചിതമായിത്തീരുന്നു. ഇത് ആരെ സംബന്ധിച്ച് ഇത് നടക്കുന്ന കാര്യമാണ്, എപ്പോഴും നടക്കുന്ന കാര്യമാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു. പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? അങ്ങനെ ഒരു തെളിച്ച മനസ്സിന് എന്തുകൊണ്ട് വരുന്നില്ല? പാപിഷ്ടോ ഹി സംശയ, പാപം ഉള്ളിലിരിക്കുന്നുകൊണ്ടാണ് മനസ്സങ്ങനെ തെളിയാത്തത്. മനസ്സ് കലങ്ങിപ്പോകുന്നത് എന്തുകൊണ്ട്? ദുരിതങ്ങൾ കൊണ്ട്, പൂർവ്വകൃത ദുരിതങ്ങൾ കൊണ്ട്. അതാണ് പാപം. അവനിലാണ് ഈ സംശയം ഇരിക്കുന്നത്. ആ പാപം മനസ്സിന്റെ തെളിച്ചത്തിന് പ്രതിബന്ധമായി നിൽക്കുന്നു. അത് തന്നെ മനസ്സിനെ കലകിക്കൊണ്ടിരിക്കുന്നു. കഥം ഇത്യുച്യതേ അജ്ഞശ്ച, അജ്ഞശ്ച അനാത്മജ്ഞഃ അശ്രദ്ധധാനശ്ച ഗുരുവാക്യ ശാസ്ത്രേഷു അവിശ്വാസവാൻ. ആണ് പറയുന്നത്. അജ്ഞൻ, എത്രയൊക്കെ ബോധിപ്പിച്ചിട്ടും ബോധം തെളിയാത്തവൻ. അനാത്മജ്ഞഃ, ആത്മതത്വത്തെ നിരന്തരം അവനെ ബോധിപ്പിച്ചിട്ടും അവന്റെ മനസ്സ് മറ്റു തത്വങ്ങളിലാണ് നിൽക്കുന്നത്. ആ ശ്രദ്ധധാൻ, ഗുരുവാക്യ ശാസ്ത്രേഷു അവിശ്വാസവാൻ. ഒരാൾ ചോദിക്കും, ഇനി എത്ര കാലം കൊണ്ടാണ് മോക്ഷം കിട്ടുന്നത്? എത്ര കാലം ഞാനത് പരിശ്രമിക്കണം? ഇത്രയും കാലമൊക്കെ പരിശ്രമിച്ചിട്ട് പുരോഗതിയില്ലല്ലോ. പലരും പറയാറുണ്ട്. വളരെ കാലമായിട്ട്, 10 വർഷമായി, 15 വർഷമായി, 20 വർഷമായി
സീനിയോറിറ്റി പറയും. സീനിയറാണ്, ഇത്ര വർഷത്തെ സീനിയറായി. സീനിയറായി കഴിഞ്ഞാൽ ആശ്രമത്തിൽ ചിലപ്പോൾ ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും. പക്ഷെ എന്നാലും ഇതിൽ വലിയ മെച്ചമൊന്നും കാണുന്നില്ല. ഇറങ്ങിയ കാര്യത്തിൽ വലിയ പുരോഗതിയൊന്നും കാണുന്നില്ല. എന്തുകൊണ്ടത് അങ്ങനെ ഇരിക്കുന്നത് പറയുന്നു. ഗുരുവാക്യ ശാസ്ത്രേഷു അവിശ്വാസമാണ്. ഗുരുവാക്യത്തിലും ശാസ്ത്രത്തിലും അവനൊരിക്കലും വിശ്വാസം വന്നിട്ടില്ല. സ്വയം തന്നെ വിശ്വാസമില്ല. പിന്നെയല്ലേ ഗുരുവിന്റെ വാക്യത്തിൽ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ടല്ലേ ശാസ്ത്രത്തിൽ വിശ്വാസം വരുന്നു. അപ്പൊ ശാസ്ത്രം പറയുന്നു നീ മുക്തനാണ്. അതിനെ ഒരുവൻ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതിലവൻ വിശ്വസിച്ചു കഴിഞ്ഞാൽ, ആ ശാസ്ത്രം ശ്രവിക്കുന്ന മാത്രയിൽ തന്നെ അവൻ മുക്തനായിത്തീരുന്നു എന്നാണ്. ജ്ഞാനം ഒരുവനിൽ പ്രവർത്തിക്കുന്ന അതുപോലെയാണ്. അതിന് ഉപമ പറയുന്നത് കർപ്പൂരത്തിൽ തീ കത്തുന്ന പോലെ. അത് പിന്നെ അറച്ചല്ല, അത് ആളിപ്പടരുകയാണ്. ഭസ്മസാത് കുരുതേ, അവന്റെ എല്ലാ മോഹങ്ങളെയും അത് ക്ഷണം കൊണ്ട് ഭസ്മമാക്കും. അതുപോലെയാണ് ഗുരുവാക്യവും ശാസ്ത്രവും ഒരുവനിൽ പ്രവർത്തിക്കേണ്ടത്. ഗുരുവാക്യവും ശാസ്ത്രവും ഇത് അദ്വൈതത്തിലൊരു മുഖ്യമായ സിദ്ധാന്തമാണ്. അത് ഏതൊരുവന്റെ ഉള്ളിലേക്ക് പതിയുന്നുവോ ആ സമയം അവൻ മുക്തനായി തീർന്നു എന്നാണ്. അവന്റെ ഉള്ളിലേക്ക് അത് തറച്ചു കഴിഞ്ഞു. പക്ഷെ ഇവിടെ എന്തു വരുന്നു? അവിശ്വാസവാൻ, അതിന് വിശ്വാസമില്ല. ഈ വിശ്വാസവും ശ്രദ്ധയും ഒന്നുമല്ല, അത് രണ്ട് കാര്യമുണ്ട്. വിശ്വാസം എന്ന് പറയുന്നതിനാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ്? അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നു. ഗുരു തന്നിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു ഉപദേശമായിട്ടല്ല. കാരണം നമ്മൾ ഗുരുവിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു, ഗുരു പറയുന്നതിനെ പാലിക്കുന്നു എന്നൊക്കെ പറയുന്നത് എപ്പോഴും എങ്ങനെയാണ്? ഗുരു നമ്മളിലേക്ക് അടിച്ചേൽപ്പിച്ച ഒരു നിയമത്തെ പരിപാലിക്കുന്നു എന്നുള്ള രീതിയിലാണ്. അല്ല, ഒരിക്കലും അതിനോട് താതാത്മ്യപ്പെട്ടിട്ടല്ല, അതിനെ സ്വാംശീകരിച്ചുകൊണ്ടല്ല നമ്മളൊരിക്കലും ഗുരു പറയുന്നതിനനുസരിക്കുന്നു. ഗുരു പറയുന്ന ചിലപ്പോൾ ചെറിയ കാര്യങ്ങളായിരിക്കും. ഇങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, ചെറിയ നിർദ്ദേശങ്ങളായിരിക്കും. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു ചലനം കൊണ്ടോ വരുന്ന ചെറിയ നിർദ്ദേശങ്ങളായിരിക്കും. ഈ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്ന എങ്ങനെ? ഓരോ നിയമങ്ങളായിട്ട്. ആശ്രമത്തിൽ കഴിയണമെങ്കിൽ ഈ നിയമങ്ങളൊക്കെ പാലിക്കണം. അത് നമ്മളിലേക്ക് സ്വയം തന്നെ നമ്മളതിനെ ആരോപിക്കുകയാണ്. ആരോപിച്ചിട്ട് അതിനനുസരിക്കുകയാണ്. ആ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം താൻ അതായി മാറിക്കഴിഞ്ഞു. അവിടെ എന്തു വരുന്നു? സ്വാംശീകരണം, അതിനോട് താതാത്മ്യം സംഭവിക്കുന്നു. അത് പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം പരിപാലിക്കേണ്ടതായ ഒരു നിയമമല്ല, അറിഞ്ഞ് പരിപാലിക്കേണ്ട ഒരു നിയമമായിട്ടല്ല, അത് താൻ തന്നെയായി മാറുന്നു. അവിടെയാണ് ഈ വിശ്വാസം എന്ന് പറയുന്നത്, ആണ് ശ്രദ്ധയെന്ന് പറയുന്നത്. മറ്റതങ്ങനെയല്ല, നമ്മളതിനെ കൃത്രിമമായി സ്വീകരിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗുരു പറയുന്നു രാവിലെ 5 മണിക്ക് എണീക്കണം എന്ന് പറയുന്നു. അപ്പോൾ അവൻ അതിനുവേണ്ടി ശ്രമിക്കുന്നു 5 മണിക്ക് എണീക്കാൻ. അലാറം വയ്ക്കുന്നു, അലാറം കേൾക്കുന്നു, പിന്നെ വാച്ച് തട്ടിക്കളയുന്നു, വീണ്ടും ഉറങ്ങുന്നു. പിന്നെ സൗകര്യമുണ്ടെങ്കിൽ 2 ദിവസം എണീക്കുന്നു, 3 ദിവസം എണീക്കാതിരിക്കുന്നു. പിന്നെ ഗുരു ഉണ്ടെങ്കിൽ എണീക്കും, ഗുരു സമീപത്തില്ലെങ്കിൽ എണീറ്റില്ലെങ്കിലും കുഴപ്പമില്ല. അതിലൊരുപാട് ഭേദഗതികളും അഡ്ജസ്റ്റ്മെന്റുകളും എല്ലാം ചെയ്തു. അവനെന്ത് ചെയ്യുന്നു? ഗുരു പറഞ്ഞത് അനുസരിക്കാൻ ശ്രമിക്കുകയാണ്. ഗുരുവിന്റെ മുമ്പിൽ അനുസരണയുള്ള ഒരു ശിഷ്യനാകാൻ വേണ്ടി അവൻ പരിശ്രമിക്കുന്നേ ഉള്ളൂ. പരിശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഒരിക്കലും അത് അവനായി മാറിയില്ല. എന്നുവെച്ചാൽ അവൻ അലാറം വയ്ക്കുന്ന ടൈം പീസിന്റെ യോഗ്യത പോലും അവന് വന്നിട്ടില്ല. എന്തുകൊണ്ട്? അത് കീബോർഡ് വെച്ചാൽ കൃത്യസമയത്ത് തന്നെ അടിക്കും. അതിന് പ്രത്യേകിച്ച് ഗുരുപദേശമൊന്നും വേണ്ട. അതുപോലും ഇവനിൽ വന്നിട്ടില്ല. ഒരു മെക്കാനിക്കൽ ആക്ഷൻ പോലും അവനിൽ വന്നിട്ടില്ല. അതാണ് നമ്മളുടെ വ്യത്യാസം. അതിനത് സഹജമായി കഴിഞ്ഞു. അത് ആ സമയത്ത് അത് പ്രവർത്തിച്ചോളും. ഇവനെ സംബന്ധിച്ചിടത്തോളം അവനനുസരിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് അവൻ പറയില്ല, ഗുരുവിന് സമർപ്പിച്ചിരിക്കുകയാണ്. ഗുരുവിൽ ശ്രദ്ധയുണ്ട്, ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്. നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും ഗുരുവിന്റെ ഇഷ്ടം തന്നിൽ നടക്കുന്നില്ല. എന്നുവെച്ചാൽ എന്ത് വരുന്നു? അവിടെ ചെറിയ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. വലിയ കാര്യങ്ങളിലേക്ക് കടക്കുന്ന പിന്നെയാണ്. അപ്പൊ അവിടെ ആ സ്വാംശീകരണം സംഭവിക്കുന്നില്ല, അവിടെ ആ താതാത്മ്യം സംഭവിക്കുന്നില്ല. എന്തുകൊണ്ടതിന് ഈ പറയുന്ന ശ്രദ്ധയാകുന്ന വിശ്വാസം അതവന്റെ ഉള്ളിൽ വന്നിട്ടില്ല. വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ അതായിട്ട് മാറുകയാണ്. അവന്റെ ഉള്ളിൽ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? പറഞ്ഞു, പാപിഷ്ട, എന്തോ പാപം അവിടെ ഇരിക്കുന്നു. ദുര്യോധനൻ പറഞ്ഞതുപോലെ കേനാപി ദേവേന ഹൃദയസ്ഥിതേന, ഏതോ ഒരുത്തൻ ഉള്ളിലിരിക്കുന്നുണ്ട്. അവനിരുന്നുകൊണ്ട് അവിടെ എന്താണ്? ഗുരുപദേശത്തിന് ഇരിക്കാൻ അവൻ ഇടം കൊടുക്കുന്നില്ല. ഒരു രൂപത്തിൽ ഒരാൾക്കല്ലേ ഇരിക്കാൻ പറ്റും. ഒന്നുകിൽ ചെകുത്താനിരിക്കും, അല്ലെങ്കിൽ ദേവനിരിക്കും. അപ്പൊ ഇവിടെ ചെകുത്താനാണ് ഇരിക്കുന്നത്. സംശയാത്മാ, സംശയരൂപത്തിലുള്ള ചെകുത്താൻ ഉള്ളിലിരിക്കുകയാണ്. അവനവൻ സ്വാംശീകരിക്കുന്നില്ല, അവൻ അതായി മാറുന്നില്ല. സംശയ ചിത്തസ്ഥ, ആ സംശയം എവിടെ ഇരിക്കുന്നു? അവന്റെ ചിത്തത്തിൽ. ചിത്തത്തിലേക്ക് സംശയം കടന്നു വന്ന എങ്ങനെയാണോ ജ്ഞാനം ചിത്തത്തിലേക്ക് കടന്നു വന്നിട്ട് അതിനെ ജ്ഞാനമയമാക്കുന്നു, അതിനെ പ്രകാശപൂരിതമാക്കുന്നത്, മറിച്ചെന്ത് ചെയ്യുന്നു? സംശയാത്മകമാക്കുന്നു. ചിത്തത്തെ ഇവിടെ പറയുന്നു സംശയ ചിത്തച്ച. ആ സംശയം ഉള്ളിൽ കിടപ്പുണ്ട്. അത് പുറമേക്ക് പൊങ്ങി വന്നപ്പോൾ സംശയിച്ചുകൊണ്ടിരിക്കുന്നില്ല. പക്ഷെ ആ ഭാവത്തിലേക്ക് ശാസ്ത്ര നിർദ്ദേശത്തിലേക്കും ഗുരുവിന്റെ വാക്യത്തിലേക്കും മനസ്സ് മുഴുകാത്തത് എന്തുകൊണ്ട്? അതിന്റെ സ്വരൂപം തന്നെ സംശയരൂപത്തിലിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് വരുന്നു? വിനശ്യതി, പ്രദക്ഷിണവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഹ്യമായി ഉപരിപ്ലവമായി അവന്റെ മനസ്സിൽ ഗുരുഭക്തിയും ഇതൊക്കെ നിൽക്കുന്നുണ്ട്, അതില്ലെന്നല്ല. പക്ഷെ ആന്തരികമായി വിനശ്യതി, നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പറയുന്നത് ഉള്ളിന്റെ ഉള്ളിലുള്ള ഭാവത്തെക്കുറിച്ചാണ്, പുറമെ പ്രകടമായി വരുന്ന ഭാവങ്ങളെക്കുറിച്ചല്ല. പുറമെ പ്രകടമായി വരുന്നത് ത്യാഗിയാണ്, യോഗിയാണ്, ശ്രദ്ധാലുവാണ്, ഭക്തനാണ്. ഇതെല്ലാമാണ് പുറമെ പ്രകടമായി വരുന്ന ഭാവങ്ങൾ. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അത്രയൊന്നും ആയിട്ടില്ല. വിനശ്യതി, നശിക്കുന്നു. അത് അങ്ങനെയാണോ എന്ന് ഒരാത്മപരിശോധന നടത്തുന്നതാണ്. നമ്മളേതെങ്കിലും ഒരു കാര്യം, ഗുരുവിന്റെ ഏതെങ്കിലും ഒരു നിർദ്ദേശവും നമ്മുടെ ജീവിതവുമായിട്ടുള്ള അതിന്റെ ബന്ധവും പരിശോധിച്ചാൽ മതി. ഒരു പാത്രത്തിൽ ഇരിക്കുന്ന ചോറ് വെന്തതാണോ എന്നറിയുന്നതിന് മുഴുവൻ ചോറും വാരി തിന്നു നോക്കണ്ട. എന്ന് ഒരു അരിയെടുത്ത് ഞെക്കി നോക്കിയാൽ അറിയാം അത് വെന്തതാണോ വേഗാത്താണോ. സ്ഥാലീപുലാകന്യായെന്ന് പറയും. അതുപോലെ ഏതെങ്കിലും ഒരു നിർദ്ദേശം, ഗുരുവിന്റെ ഏതെങ്കിലും ഒരു നിർദ്ദേശം, എത്രയോ വർഷങ്ങളായി ഗുരുവിന്റെ ഉപദേശങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു ഉപദേശത്തെ എടുത്തിട്ട് പരിശോധിക്കുക. ആ ഒരു ഉപദേശത്തെ കൊടുത്താൽ എത്രമാത്രം താതാത്മ്യപ്പെട്ടു, അതിനെ താൻ എത്രമാത്രം സ്വാംശീകരിക്കൂ, എന്നിട്ട് തന്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തിക്കുക. അതാണ് ആത്മപരിശോധന.
അപ്പോൾ മനസ്സിലാക്കും തന്റെ ചിത്തം ഇവിടെ സംശയ ചിത്തമാണോ അതോ നിശ്ചിതമായ ചിത്തമാണോ എന്ന് മനസ്സിലാക്കും. അല്ലാതെ പരാതി പറയുന്നതിന്റെ അർത്ഥമൊന്നുമില്ല. ഇത്രയും കാലം ആശ്രമത്തിൽ കഴിഞ്ഞു, 20 വർഷമായി, 30 വർഷമായി, ഇവിടെ നിന്നൊന്നും നേടിയില്ല. അതുകൊണ്ട് ഇനി വേറൊരു ഗുരുവിനെ സമീപിക്കാം, വേറൊരു ആശ്രമത്തിൽ പോയി നോക്കാം, അവിടെ നിന്ന് എന്തെങ്കിലും നേടാൻ പറ്റും. അതിനൊന്നും ഒരർത്ഥമില്ല. രക്ഷപ്പെടാനുള്ളവൻ ഇവിടെ തന്നെ രക്ഷപ്പെടും, അല്ലാത്തവൻ ഒരിടത്ത് പോകാനും രക്ഷപ്പെടത്തില്ല. എന്തുകൊണ്ട്? അവന്റെ ഉള്ളിലായി സംഭവിക്കേണ്ടത്. അജ്ഞശ്ച അശ്രദ്ധതാനു, അശ്രദ്ധയില്ല. അജ്ഞശ്ച അശ്രദ്ധാനു യദ്യപി വിനശ്യതഃ തഥാ വിന തഥാ യഥാ സംശയാത്മ പറയുന്നു. ഇനി ശ്രദ്ധയില്ല, അത് നമുക്ക് കുറെ സഹിക്കാം. വിവേകമില്ല, അതും കുറേയൊക്കെ സഹിക്കാം. പക്ഷേ അവൻ എന്തായാലും നശിച്ചോളും, പോട്ടെ. തഥാ വിന തഥാ യഥാ സംശയാത്മ. സംശയാത്മാവിന്റെ കാര്യം കുറച്ചുകൂടി കടുകട്ടിയാണ്. എന്നുവെച്ചാൽ രക്ഷപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഗുരുവിനെ തന്നെ സംശയിക്കുക, ഗുരുത്വത്തെ സംശയിക്കുക. ഗുരു എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, ഗുരു എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറും എന്ന് ഗുരുവിലുള്ള വിശ്വാസത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ സംശയിക്കുക. എന്താ പറയുന്നു? പാപിഷ്ഠ സർവേഷ, ഏറ്റവും വലിയ പാപിയാണ്. സർവേഷ, ഈ പറഞ്ഞ എല്ലാവരെക്കാളും. ഏത്? വിവേകത്തിന് കുറവുള്ളവൻ, ശ്രദ്ധയ്ക്ക് കുറവുള്ളവൻ, അവനേക്കാൾ വലിയ പാപിയാണ് ഗുരുവിനെ സംശയിക്കുന്നവൻ. ഗുരു എന്തുകൊണ്ട് അങ്ങനെ, ഗുരു എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് സംശയിക്കുന്നവൻ. പാപിഷ്ഠ സർവേഷ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സങ്കല്പം ഗുരുവിനെ കുറിച്ച് മനസ്സിൽ വരാനേ പാടില്ല. അങ്ങനെ ഒരു സങ്കല്പം ഒരാളുടെ മനസ്സിൽ വരികയാണെങ്കിൽ അയാൾ ആരെക്കുറിച്ചാണോ അങ്ങനെ ഒരു സങ്കല്പം വരുന്ന ആ വ്യക്തി അയാൾ ഗുരുവായി സ്വീകരിച്ചിട്ടേ. ഗുരുവിനെ നമുക്ക് മാറ്റിയെടുക്കാം, ഒക്കത്തില്ല. ബാക്കി എല്ലാവരെയും മാറ്റിയെടുക്കാം. അച്ഛനും അമ്മയും വേണമെങ്കിലും മാറ്റിയെടുക്കാം. ഉണ്ടല്ലോ അച്ഛനും അമ്മയും, പിന്നെ ഗാർഡിയൻ, അത് വേറെയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോഴാണെങ്കിൽ ശാസ്ത്രീയമായിട്ട് തന്നെ മാറ്റിയെടുക്കാം, ടെസ്റ്റ് ട്യൂബിന്റെയൊക്കെ കാലമല്ലേ. പക്ഷെ ഗുരുവിനെ മാറ്റിയെടുക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? ഗുരുവിനെ ഒരാൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരാൾ മാതാപിതാക്കളെ സ്വീകരിക്കുന്നത് ബോധപൂർവ്വം സ്വീകരിക്കുന്നതാണ്. അങ്ങനെ സംഭവിച്ചു പോവുകയാണ്. ഒരാളുടെ അച്ഛന്റെയും അമ്മയുടെയും മകനായി ജനിച്ചു പോകും. ഏതെങ്കിലും പൂർവ്വകർമ്മങ്ങളുടെ ജന്മങ്ങളുടെയൊക്കെ ബന്ധമുണ്ടായിരിക്കും. എന്നാൽ ഈ ജന്മത്തിൽ ബോധപൂർവ്വം സ്വീകരിച്ചതല്ല, സംഭവിച്ചു പോയതാണ്. അത് പലതവണ ഇത് ആവർത്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചും മറിച്ചുമൊക്കെ വന്നിട്ടുണ്ട്. കർമ്മഗതിക്കനുസരിച്ചത് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഗുരുവിന് അങ്ങനെയല്ല. ഗുരുവിനെ ഒരാൾ സ്വീകരിക്കുക എന്ന് പറയുന്ന ആളുടെ ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ഒരാൾക്ക് സ്വീകരിച്ച ഒരാൾക്ക് ഒരിക്കലും ഒരു ഗുരുവിനെ മാറ്റാൻ ഒക്കത്തില്ല. ഇത്രയും വർഷക്കാലം ഈ ഗുരു, അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു ഗുരു, അതൊരിക്കലും സാധ്യമല്ല. അങ്ങനെ ഒരാൾ ഗുരുവിനെ മാറ്റുന്നുണ്ടെങ്കിൽ, മറ്റുള്ള ഈ ജീവിതത്തിൽ മറ്റു പലതിനെയും നമ്മൾ മാറ്റി എടുക്കുന്ന പോലെ, എടുക്കുകയും മറിക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അയാൾ ഗുരുവിനെ സ്വീകരിച്ചിട്ടില്ല. അയാളുടെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചില്ല. അയാളുടെ വാക്കുകൾ കൊണ്ട് സ്വീകരിച്ചിരിക്കും, അയാളുടെ പ്രവൃത്തികൾ കൊണ്ട് അയാൾ ഗുരുത്വം പ്രകടിപ്പിച്ചിരിക്കും. നേരത്തെ പറഞ്ഞല്ലോ, പ്രണീപാദവും മറ്റും കൊണ്ട്.
അല്ലെങ്കിൽ അയാളുടെ ഭംഗി വാക്കുകളുണ്ട്, അയാൾ സ്തുതിച്ചിരിക്കും, ആരാധിച്ചിരിക്കും, മണിയടിച്ചിരിക്കും, പൂജിച്ചിരിക്കും, ഇതൊക്കെ ചെയ്തിരിക്കും. പക്ഷെ ഒരിക്കലും അയാളുടെ ഹൃദയത്തിലത് പതിഞ്ഞിരിക്കില്ല. ഹൃദയത്തിലത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് മാറത്തില്ല, മാറ്റാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് തന്റെ തന്നെ അസ്തിത്വമാണ്. സ്വന്തം അസ്തിത്വത്തെ ഒരാൾക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ബാക്കി സർവ്വത്തിനെയും നിഷേധിക്കാം. തന്റെ ശരീരത്തെ ഉപേക്ഷിക്കാം, തന്റെ മനസ്സിനെ ഉപേക്ഷിക്കാം, തന്റെ ബുദ്ധി ഉപേക്ഷിക്കാം. ബാഹ്യമായിട്ടുള്ളതിനെ തീർച്ചയായിട്ടും ഉപേക്ഷിക്കാം. തന്റെ സ്വന്തം അസ്തിത്വത്തെ നിഷേധിക്കാൻ പറ്റില്ല. ഗുരുവിനെ സ്വീകരിക്കുക എന്ന് വെച്ചാൽ ഗുരുവിനെ സ്വാംശീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് തന്റെ അസ്തിത്വമായി മാറുകയാണ്. അതിനൊരാൾക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും. ഗുരുവിനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു തിരിച്ചറിവാണ്, അല്ലാതെ അതൊരു ആർജനമല്ല. അത് നഷ്ടപ്പെടുന്ന ഒന്നല്ല, നമുക്ക് ത്യജിക്കാൻ പറ്റിയ ഒന്നുമല്ല. അതൊക്കെ സംഭവിക്കുന്നിടത്ത് നമ്മൾ മാറ്റിയെടുക്കുന്നു, ത്യജിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത് എന്താണ്? സംശയാത്മ. അത് സംശയത്തിന്റെ തലമാണ്. അവിടെയൊന്നും ഒരാൾ ഗുരുവിനെ സ്വീകരിച്ചിട്ടില്ല. ഒരിക്കലും അയാൾക്കത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അത് ഭൗതികമായ ഒന്നല്ല. ഭൗതികമായ ഒന്നിനാണ് നമുക്ക് പരിണമിക്കാൻ പറ്റുമെന്നുള്ളത്. ഇതങ്ങനെയുള്ള ഒരു കാര്യമല്ല. അങ്ങനെ മനസ്സിൽ സംശയം വരിക, ഇവിടെ പറയുന്നത് ഗുരുവാക്യത്തിൽ, ശാസ്ത്രത്തിൽ എന്ന് പറയുമ്പോൾ അത് ഗുരുവിനെയും സമ്മതിക്കുന്ന കാര്യമാണ്. മനസ്സിൽ സംശയം വരിക, മാറ്റിയെടുക്കുക, അത് ചെയ്യുക, ഇത് ചെയ്യുക, സ്വീകരിക്കുക, ത്യജിക്കുക, ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? സർവേഷാം പാപിഷ്ഠ. സർവരിലും വെച്ചവൻ മഹാപാപിയാണ്. അവന്റെ പാപമാണ് അവനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമായ ഒരു കാര്യമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം കഥം നായം സാധാരണോപി ലോകോസി തഥാ ന പരലോക. അങ്ങനെ ഒരു സംശയാത്മാവായിരിക്കുന്നവൻ അവനെവിടെ ചെന്നാലും സംശയിക്കും. അപ്പൊ നമുക്ക് എല്ലാ ഗുരുക്കന്മാരെയും ഗുരുവായി സ്വീകരിക്കാം, അല്ലെങ്കിൽ എല്ലാവരെയും ഗുരുവായി സ്വീകരിക്കാം. പക്ഷെ ആ ഗുരുത്വത്തെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ പറ്റത്തില്ല. അതാണ് പറയുന്നതിന്റെ താല്പര്യം. പറഞ്ഞില്ലേ, ദത്താത്രേയന് എത്രയോ ഗുരുക്കന്മാരുണ്ടായിരുന്നു. എന്തുകൊണ്ട്? അദ്ദേഹം സർവത്തിനും ഗുരുത്വത്തെ കണ്ടു. എവിടെയും ഗുരുത്വത്തെ കാണുന്നു. ഒരു ഗുരുവിനെ നിഷേധിച്ചിട്ട് വേറെ ഗുരുവിനെ ഉൾക്കൊള്ളുകയല്ല. സർവത്ര ഗുരുത്വത്തെ കാണും. എവിടെ നിന്നും ആത്മീയമായ പാഠങ്ങൾ ഉൾക്കൊള്ളുക, അവിടെയെല്ലാം ഗുരുത്വത്തെ തന്നെ ദർശിക്കുക. അതാണ് ഗുരുത്വത്തെക്കുറിച്ചുള്ള ഏറ്റവും മഹത്തായ സങ്കല്പം. അവിടെ ഒരിടത്ത് സംശയമില്ല. അങ്ങനെ അല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഉപലോകവും നാസ്തി, അവന് ഈ ലോകവുമില്ല. എന്നുവെച്ചാൽ ഈ ലോകത്തിൽ അവൻ ഭൗതികമായി ഒന്നും ആർജിക്കുന്നില്ല. അവനെന്തെങ്കിലും ആർജിച്ചു ഒന്ന് വ്യാമോഹിക്കുന്നുണ്ടെങ്കിലും അതും ശരിയല്ല. തഥാ ന പരോലോക. പരലോകം എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മീയത, ഭൗതികമല്ലാത്തത്. ഭൗതികമായിട്ടുള്ളതല്ല ഈ ലോകത്തിലുള്ളത്, അതല്ലാത്തത്. ആത്മീയമായി ഒന്നും നേടുന്നില്ല. അങ്ങനെ ഒരു സംശയം മനസ്സിലിരിക്കുന്നു. ഗുരുത്വത്തെക്കുറിച്ച് സംശയം വരിക, ഗുരുവിനെ കുറിച്ച് സംശയം വരിക.
അവൻ ഭൗതികമായും ആത്മീയമായും ഒന്നും നേടുന്നില്ല. ന സുഖം തത്രാപി സംശയോപത്തേഹേ സംശയാത്മനഃ സംശയചിത്തസ്യ തസ്മാത് സംശയോ ന കർത്തവ്യഃ. അതിലൂടെ ഭഗവാൻ പറയുകയാണ്, അവനിവിടെ ഭൗതികമായി ഒന്നും നേടുന്നില്ല, ആധ്യാത്മികമായി അവനൊരു സിദ്ധിയും നേടുന്നില്ല. ന സുഖം, ആത്യന്തികമായി അവൻ സുഖമേ നേടുന്നില്ല. സംശയാത്മന, അവനൊരിക്കലും സമാധാനം വരുന്നില്ല. സുഖം എന്നുള്ളതുകൊണ്ടിവിടെ ഉദ്ദേശിക്കുന്നത് ശാന്തി. മനസ്സ് സംശയം കൊണ്ട് പ്രക്ഷുബ്ധമായിരുന്നാൽ അവന് ശാന്തി ഉണ്ടാകുന്നില്ല. എന്നർത്ഥം. അപ്പോ അതിനുള്ള നിഷ്ഠ, ഗുരുത്വത്തിലുള്ള ആ നിഷ്ഠ, ഗുരുഭക്തി, അതിൽ യാതൊരു വീഴ്ചയും സംഭവിക്കാൻ പാടില്ല. അവനൊരിക്കലും ഇഹപരലോകങ്ങളൊന്നും അവന് നേടാൻ കഴിയത്തില്ല, അവൻ നശിക്കും. തസ്മാത് സംശയോ ന കർത്തവ്യം. അവനോട് ഭഗവാൻ പറയുകയാണ്, എന്റെ ഉപദേശങ്ങളിലോ എന്നിലോ അറിഞ്ഞുകൊണ്ട് പറയുകയാണ്, നീ ഒരു സംശയവും വയ്ക്കരുത്, ഇതെല്ലാം പരവുമായ സത്യമാണ്. ആ ഉപദേശം അത് അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. ഈശ്വര കൃപ കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല. അസംഭാവ്യമാണ്, അസാധ്യമാണ് എന്ന് നമ്മൾ ധരിക്കുന്ന ഏത് കാര്യവും ഈശ്വര കൃപ കൊണ്ട് സംഭവിക്കും. അതുകൊണ്ട് അതിൽ വിശ്വാസം വേണം, അതിൽ ദൃഢത വേണം. മോക്ഷമാണ്, അതിന് ജന്മങ്ങൾ വേണം. ജന്മങ്ങൾ കൊണ്ട് അത് സാധിക്കുമോ? സംശയങ്ങളാണ്. എല്ലാത്തിനും ശാസ്ത്രം പ്രമാണമായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ദൃഢത വന്നു കഴിഞ്ഞാൽ, വിശ്വാസം വന്നു കഴിഞ്ഞാൽ ഒന്നും അസാധ്യമായിട്ടില്ല. ആ ഈശ്വര കൃപയിൽ വിശ്വസിക്കുക, സംശയിക്കാൻ പാടില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അജ്ഞശ്ച, അജ്ഞൻ അശ്രദ്ധാന, ശ്രദ്ധയില്ലാത്തവൻ സംശയാത്മാ, സംശയ സ്വഭാവത്തോടുകൂടിയവൻ. ഇവിടെ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് അജ്ഞാനം, രണ്ടാമത് ശ്രദ്ധയില്ലായ്മ, മൂന്നാമത് സംശയ സ്വഭാവം. ഈ മൂന്നിലും വെച്ച് ഏറ്റവും അപകടം പിടിച്ചത് സംശയമാണ്. ഈ സംശയം എന്ന് പറയുന്നത് സർവ്വ മനുഷ്യർക്കും ഉള്ളതാണ്. ഈ സംശയം അല്ലാതെ ഈ സംശയ രോഗം എന്ന് പറഞ്ഞ രോഗമാണ്, അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. അത് മരുന്ന് കഴിച്ചാൽ മാറുന്നതാണ്. ഇതങ്ങനെയല്ല. ചിലർക്ക് തല്ലുകൊണ്ടാലും മാറും. ഇതങ്ങനെയൊന്നും മാറുന്നതല്ല. സംശയം എന്ന് പറയുന്നത് ഒരു ജീവനിൽ അജ്ഞാനം, വിപര്യം എന്ന് പറയുന്ന രണ്ട് ദോഷങ്ങളോടുകൂടി ചേർന്ന് സർവ്വജീവന്മാരിലും ഇരിക്കുന്നതാണ് ഈ സംശയം എന്ന് പറയുന്നത്. ഇത് അടിസ്ഥാനപരമാണ്. ഇതോടുകൂടിയാണ് ഒരു ജീവൻ ജനിക്കുന്നത് തന്നെ. അങ്ങനെ ഇരിക്കുന്ന ആ സംശയം അത് എല്ലാത്തിലും ഇരിക്കുന്നു. ഗുരുവിൽ വരുന്നു, ശാസ്ത്രത്തിൽ വരുന്നു, ആധ്യാത്മിക മാർഗങ്ങളിൽ വരുന്നു, എല്ലാത്തിനും വരുന്നു. അങ്ങനെയുള്ള ആ സംശയം അത് ഇതിൽ എല്ലാത്തിനും വെച്ച് അപകടം പിടിച്ചതാണ്. സംശയ സ്വഭാവം, അവന്റെ സ്വരൂപം തന്നെ സംശയമായി തീരുന്നു. ഇങ്ങനെയുള്ള മൂന്ന് കൂട്ടരും വിനശ്യതി, നശിക്കും എന്ന് പറയും. ഭഗവാൻ മോക്ഷത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, നാശത്തെക്കുറിച്ചും പറയുകയാണ്. നാശത്തെക്കുറിച്ച് നശിക്കാൻ പോകുന്ന കാര്യമല്ല പറയുന്നത്, ഇനി നാളെ നശിക്കുമെന്നില്ല, ഇപ്പം നശിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. മോക്ഷവും മറ്റും കിട്ടാൻ പോകുന്നതിനെ കുറിച്ച് പറയുകയാണ്. അതൊക്കെ ഇനി നേടേണ്ടതാണ്, ജ്ഞാനം നേടേണ്ടതാണ്, അങ്ങനെ പറയുകയാണ്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല. ഓരോരുത്തരും നശിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദക്ഷിണം. ആ നാശത്തെ അവൻ തിരിച്ചറിയുന്നില്ല. അതിനെ ഭഗവാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. വിനശ്യതി, വർത്തമാനകാലത്തിൽ പറഞ്ഞിരിക്കുകയാണ്, അത് നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. സംശയാത്മനഃ, സംശയം തന്നെ
സ്വഭാവമായി മാറിക്കഴിഞ്ഞവന് അയം ലോകഃ നാസ്തി, ഈ ലോകമില്ല. ന പര ലോകഃ അസ്തി, പരലോകവുമില്ല, ഭൗതികവുമില്ല, ആത്മീയവുമില്ല. ആത്യന്തികമായി ന സുഖം, ഈ രണ്ടിലും അവന് സുഖവും കിട്ടുന്നില്ല, സുഖവും നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അജ്ഞശ്ച ശ്രദ്ധാനശ്ച സംശയാത്മാ വിനശ്യതി നായം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മനഃ യോഗസന്യസ്തകർമാണം ജ്ഞാനസംശന്ന സംശയം ആത്മവന്തം ന കർമാണി നിബധ്നന്തി ധനഞ്ജയ. ശാന്തി ശാന്തി ശാന്തി.